3 ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലം നമ്മുടെ നീണ്ട ഉപവാസ പ്രാർത്ഥനയുടെ 11ാമത്തെ ദിവസം നാം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് അവസരം ഒരുക്കി ആയുസ്സും ആരോഗ്യവും തന്നു. ആ നല്ല കർത്താവിനെല്ലാ മഹത്വവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുന്നു. വന്നു ചേർന്ന വാത്സല്യ കുടുംബങ്ങൾ, ബഹുമാന്യരായ പാസ്റ്റേഴ്സ്, കുഞ്ഞുങ്ങൾ, ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് നാം ദൈവസന്നിധിയിൽ പ്രാപിക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് അല്പം കൊണ്ടും അധികം കൊണ്ടും നമ്മെ അനുഗ്രഹിക്കുവാൻ ശക്തന സഭയുടെ നാഥനായ കർത്താവ് നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് നമ്മൾ പ്രാപിച്ച് അനുഗ്രഹം പ്രാപിച്ച് നമ്മൾ മടങ്ങിപ്പോകും. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ ദൈവദാസന്മാർ ഓരോ ദിവസവും സമയത്ത് തന്നെ ദൈവം എത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നും നമ്മുടെ പകലും രാത്രിയിലും ദൈവവചന ശുശ്രൂഷയ്ക്കായി നമ്മൾ ക്ഷണിക്കപ്പെട്ടു. ദൈവനിയോഗത്താൽ ഐക്യപ്പെട്ട ഈ കാലഘട്ടത്തിൽ ദൈവശക്തമായി ഉപയോഗിക്കുന്ന ഷിജോ പോൾ കോട്ടയം ദൈവദാസൻ തക്ക സമയത്ത് ഇവിടെ എത്തിച്ചേരുവാനിടയായി പ്രത്യേകം ഈ സഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ നമുക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ എല്ലാ ദിവസവും മോർണിംഗ് പ്രയർ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് ശക്തന്മാരായ ദൈവദാസന്മാരെ കർത്താവ് ഒരു തടസ്സവും കൂടാതെ കൊണ്ട് എത്തിക്കണം. ഇന്നുവരെയും അത് ചെയ്തു. മേലിലും കർത്താവ് അത് ചെയ്യട്ടെ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് വേണ്ട ദൂതുകൾ ഉയരത്തിൽ നിന്ന് പ്രാപിച്ച് തൻ്റെ ദാസന്മാരിൽ കൂടെ നമുക്ക് വിളമ്പി തരണം. ഹല്ലേലൂയ. നമ്മൾ ബലം പ്രാപിക്കണം. ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥകൾക്കെല്ലാം ദൈവം മാറ്റം തരും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാപിക്കാനായിട്ട് വന്നു ചേർന്നു. ദൈവവചനത്തിൻ്റെ ചുറ്റാകെ ആയിരിക്കുന്നു. ദൈവം നമ്മോട് സംസാരിക്കും, തൊട്ട് സംസാരിക്കും. വിശ്വാസമുണ്ടോ? കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ ഒരിക്കൽ കൂടെ. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും ബഹുമാന്യ പാസ്റ്റർ ഷിജോ പോൾ അവർക്ക് നൽകുകയാണ്. ആദരപൂർവ്വം സ്നേഹത്തോടെ തൻ്റെ ദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ്. ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമുള്ള നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകല് വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളോടൊന്നിച്ച് ഒരു പ്രാവശ്യം കൂടി ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം എനിക്കൊരുക്കുന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്തൃസന്നിധാനം ആഗതരായിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും, മാതാപിതാക്കന്മാർക്കും, എല്ലാ കുഞ്ഞുങ്ങൾക്കും, വിശേഷിച്ച് കർത്താവിൽ ബഹുമാന്യരും ശ്രേഷ്ഠരുമായ ദൈവദാസന്മാർക്കും ഈ അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയുടെ 11ാം ദിവസം ഈ യോഗം അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ലീഡ് ചെയ്യുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ, ഈ സ്ഥലം സഭയുടെ സീനിയർ ശുശ്രൂഷകനായി ദൈവത്താൽ നിയോഗിതനായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ, തൻ്റെ കുടുംബം, മറ്റ് കർത്താവിൽ ബഹുമാന്യരും ശ്രേഷ്ഠരുമായ എല്ലാ ദൈവദാസന്മാർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ ഒരുമിച്ച് ഇന്നു പകൽ സഹായിക്കട്ടെ. വളരെ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ, തികഞ്ഞ ദൈവാശ്രയ ബോധത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധാനത്തിലായിരിക്കാം. ഞാൻ മുഖവരകൾ ഒട്ടും ദീർഘമാക്കാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നിങ്ങളോട് പറയുവാൻ എൻ്റെ ഹൃദയത്തിൽ നന്നായി പ്രകാശിപ്പിക്കുന്ന ഒരു ദൈവജന ഭാഗത്തിലേക്ക് ഞാൻ വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ഈ പകലത്തെ വിശേഷമായ ദൈവജന ചിന്തകൾക്ക് ആധാരമായി പഴയ നിയമത്തിൽ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 32-ാമത്തെ അധ്യായം, അതിൻ്റെ 16-17 വാക്യങ്ങൾ, അതിനെ തുടർന്ന് 26-27 വാക്യങ്ങൾ. ഒരാൾക്കൊന്ന് ദൈവസന്നിധിയിൽ ശബ്ദമുയർത്തി വായിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാമത്തെ അധ്യായം 16-17, അതിനെ തുടർന്ന് 26-27 വാക്യങ്ങൾ. അങ്ങനെ ആധാരം നേര്യാവിൻ്റെ മകനായ ബാരൂക്കിൻ്റെ പക്കൽ ഏൽപ്പിച്ച ശേഷം ഞാൻ യഹോവയോട് പ്രാർത്ഥിച്ചത് എന്തെന്നാൽ, അയ്യോ യഹോവയായ കർത്താവേ, നിൻ്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കി
നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. 26-27 വാക്യങ്ങൾ. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിന് ഉണ്ടായത് എന്തെന്നാൽ, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? മതി. ഈ വാക്യങ്ങളെ ആസ്പദീകരിച്ചാണ് തുടർന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിപ്പാൻ പോകുന്നത്. ഈ വചനങ്ങളുടെ ശക്തമേറിയ പ്രകാശനങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ നന്നായിട്ട് തുറക്കേണ്ടതിന് നമ്മുടെ കണ്ണുകൾ കർത്തൃസന്നിധാനം അടച്ച് ഒരു നിമിഷം കൂടെ ചേർന്ന് എല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. എൻ്റെ രട്ട് അടിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. അടുത്ത വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നു ഇങ്ങനെയാണ്: ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടത് തന്നെ. ഇന്ന് പകലും ദൈവം നമ്മെ സന്തോഷം ഉടിപ്പിച്ചത്, ദൈവം നമുക്ക് വിലാപത്തെ നൃത്തമാക്കി തീർത്തത് നാം ദൈവത്തെ സ്തുതിപ്പാനാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ്. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. എല്ലാവരും അല്പസമയങ്ങൾ നാവുകൾ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധാത്മാവ് ആഴമായി, വ്യക്തമായി, സവിസ്തരമായി നമ്മോട് സംസാരിക്കേണ്ടതിന്, മറനീക്കിയ ആലോചനകളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നു പകൽ വെളിപ്പെടുത്തേണ്ടതിന്, വചനം പ്രസംഗിക്കുമ്പോൾ അതെല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാകേണ്ടതിന്, നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് ഒരുക്കിയൊരു നിലമാക്കി മാറ്റേണ്ടതിന് നമുക്ക് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ അധികാരമുള്ള നാമത്തിൽ എല്ലാ തടസ്സങ്ങളും ഇന്ന് പകൽ അഴിയട്ടെ. എല്ലാ പ്രതിബന്ധനങ്ങളും പ്രതികൂലങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. അസാധാരണമായ ദൈവമഹത്വം ആലയത്തിനകത്ത് ഇന്ന് പകൽ നിറയട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ. അതുകൊണ്ട് ദൈവവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. അങ്ങനെ ആ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരുമെന്ന് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് നമ്മോട് പറയുന്നത് പോലെ, സകല നാമത്തിലും മേലായ നാമത്തെ ഒരുമിച്ചൊന്ന് ആരാധിപ്പാൻ, സകല നാമത്തിലും മേലായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഒരുമിച്ച് കുമ്പിടുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങളെ നന്നായിട്ടൊന്ന് വിനിയോഗിക്കാം, നന്നായിട്ടൊന്ന് വിനിയോഗിക്കാം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ജയം. യേശു ക്രിസ്തുവിൻ മൂപ്പന്മാർ സിംഹാസനങ്ങൾ എഴുന്നേറ്റ് അവരുടെ കിരീടങ്ങൾ താഴെയിട്ട് അറുക്കപ്പെട്ട കുഞ്ഞാടിനെ കണ്ട് അവർ വായ തുറന്നു പറഞ്ഞു: അറുക്കപ്പെട്ട കുഞ്ഞാടേ, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രങ്ങളിലും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്ന് ഞങ്ങളെ നിനക്കായി വിലയ്ക്കു വാങ്ങി. ഇന്ന് ഈ പകലും ദൈവ സാന്നിധ്യം അകത്ത് അനുഭവിക്കുന്ന ദൈവമക്കൾ വായ്കൾ തുറന്ന് ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിനെ എല്ലാം ഓർത്ത്, ദൈവം നമ്മെ രക്ഷിച്ച വഴികളെ എല്ലാം ഓർത്ത്, ദൈവം നടത്തുന്ന എല്ലാ പാതകളെ ഓർത്ത് നാവുകൾ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വാ തുറക്കട്ടെ, ശബ്ദം ഉയർത്തട്ടെ. യേശുവിൻ നാമത്തിൽ ശരീരം ഇന്നു പകൽ ബലം പ്രാപിക്കട്ടെ, ബുദ്ധി ഇന്നു പകൽ ബലം പ്രാപിക്കട്ടെ, ജ്ഞാനം ഇന്നു പകൽ ബലം പ്രാപിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ശരീരത്തിന്റെ അവയവങ്ങളുടെ മേൽ ദൈവത്തിന്റെ മഹത്വം ഇന്നു പകൽ ചലിക്കട്ടെ. ഈ 11-ാം ദിവസം പകൽ ആത്മീയ, ഭൗതിക, ശാരീരിക, മാനസിക മേഖലയിൽ ഒരു വലിയ വിടുതൽ ചലിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. അന്യഭാഷയിൽ സംസാരിപ്പാൻ നിയോഗമുള്ള അഭിഷക്തന്മാർ ദൈവമക്കൾ ചേർന്ന് അന്യഭാഷകളിൽ ദൈവത്തോട് സംസാരിക്കും.
വൈഡാരബാലാദ രജലബരഗദലബബബബ ലദരജലബബബ ശംദരാജലാദയ ഞങ്ങളെ ക്രിസ്തുവേശുവിൽ കൂടെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു പകൽ അങ്ങ് ഞങ്ങൾക്ക് ദാനം ചെയ്തതോർത്ത് അങ്ങയുടെ നാമത്തെ ഞങ്ങൾ സ്തുതിച്ചാരാധിക്കുന്നു. ഉപവാസത്തിൻ്റെയും ആത്മതമനത്തിൻ്റെയും ഈ 11ാം പകൽ കർത്തൃസന്നിധാനം ഞങ്ങൾ ചേർന്ന് വന്നിരിക്കുമ്പോൾ ഞങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ. ഈ പകൽ വായിച്ച ദൈവവചനത്തെ അവിടുത്തെ കരത്തിൽ സമർപ്പിക്കുന്നു. വചനം ഇന്ന് ഈ പകൽ പ്രസംഗിക്കപ്പെടുമ്പോൾ വചനം കേട്ടവരുടെ മേൽ ആത്മാവ് വന്നതുപോലെ വചനത്തിൻ്റെ ശക്തമായ വെളിപ്പാടുകൾ തുറക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വചനത്തെ ഇന്ന് പകൽ ജനത്തിന് പകർന്നു കൊടുക്കുവാൻ ആവശ്യമായ ദൈവത്തിൻ്റെ കൃപ ഉയരത്തിനടിയുടെ മേൽ പകരണമേ. പരിശുദ്ധാത്മാവ് പുതിയ ആത്മീയ മേഖലകളെ ഇന്ന് പകൽ തുറക്കണമേ. ഇതുവരെയും PMG ചർച്ചിനകത്ത് വെളിപ്പെടാത്തൊരാത്മീയ അനുഭവം ഇന്ന് പകൽ ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ. ഞങ്ങൾ പുതിയത് അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ജയം. ഹറബ സന്തല ജഗൽ ഖനാദി. ഇവിടെ ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന തൻ്റെ മക്കളെ മുഴുവൻ അവിടുത്തെ തിരുക്കരത്തിൽ സമർപ്പിച്ചു തരികയാണ്. ദൈവത്തിൻ്റെ ദാസന്മാരെ മുഴുവൻ അവിടുത്തെ പൊന്നുകരത്തിൽ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് തുടർന്ന് ഞങ്ങളോട് സംസാരിക്കും. ദൈവഹിതമുള്ളത് മാത്രം ഇന്ന് പകലങ്ങ് തുറക്കും. ദൈവഹിതമില്ലാത്ത വാക്കുകൾ, ദൈവഹിതമില്ലാത്ത ശബ്ദങ്ങൾ, ദൈവഹിതമില്ലാത്ത ഇടപാടുകൾ എല്ലാം ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ദൈവദിനം ശുശ്രൂഷിപ്പാൻ ആവശ്യമായ ദൈവകൃപ അടിയന്റെ മേൽ ചൊരിയണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ എല്ലാ തടസ്സങ്ങളെയും ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ആത്മാവിൽ ശാസിച്ച് ദൂരെ അകറ്റുന്നു. കർത്താവിൻ്റെ നാമം മാത്രം ഉയർത്തപ്പെടണമേ. ജയം ഞങ്ങൾക്ക് നൽകണമേ. നസ്രയനായ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവസഭയായി പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയും കേട്ടുത്തരമരുളും ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ആമേൻ. നമ്മുടെ വിശുദ്ധ കരമുയർത്തി ബലത്തോടൊരു ഹല്ലേലൂയ പാടാം. ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽ ഒരു പ്രാവശ്യം കൂടെ ഈ ദൈവസഭയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് ദൈവജനം ശുശ്രൂഷിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ലഭ്യമാക്കുന്ന ഈ വിലപ്പെട്ട അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ അവസരങ്ങളെ എൻ്റെ ആത്മീയ ശുശ്രൂഷയിൽ ഒരു വലിയ പദവിയായി മഹാഭാഗ്യമായും ഞാൻ കണക്കാക്കുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരങ്ങൾക്ക്, മാതാപിതാക്കന്മാർക്ക്, കുഞ്ഞുങ്ങൾക്ക്, വിശേഷിച്ച് വേദിയിലും സദസ്സിലും ഒക്കെ ആഗതരായിരിക്കുന്ന എന്നേക്കാൾ ശ്രേഷ്ഠരായ എല്ലാ ദൈവദാസന്മാർക്ക്, ഈ സഭയുടെ സീനിയർ ശുശ്രൂഷകന് കുടുംബത്തിന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹൃദയംഗമായ സ്നേഹവന്ദനം ഒരു പ്രാവശ്യം കൂടെ ചൊല്ലുന്നു. സർവശക്തനായ ദൈവം നമ്മെ ഒരുമിച്ച് ഇന്നു പകൽ സഹായിക്കട്ടെ. വലിയ പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ആയിരിക്കാം. ഈ ദിവസങ്ങളെല്ലാം നാം ഒരുമിച്ച് ദൈവികമായ അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വ്യത്യസ്തമായ മേഖലയിൽ നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് പകലും പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടും എന്നതിൽ യാതൊരു സംശയമില്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം തെളിവോടെ ഇന്ന് പകൽ വെളിപ്പെട്ട് വരേണ്ടതിന് നിങ്ങളെല്ലാവരും വളരെ പ്രാർത്ഥനയോടെ കർത്തൃസന്നിധാനത്തിൽ ആയിരിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്.
അവൻ വിശന്നവരെ ധാരാളം നന്മകളാൽ നിറച്ച് സമ്പന്നരെ വെറുതെ അയച്ചു കളഞ്ഞു. വിശന്നവരെ ധാരാളം നന്മകളാൽ നിറച്ച് സമ്പന്നരെ അയച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ, ഈ പകലും ദൈവജനത്തോട്, ദൈവസാന്നിധ്യത്തോട് ആഴമേറിയൊരു വിശപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ആഴമേറിയൊരു ദാഹം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങളിന്ന് പകൽ വന്നതുപോലെ മടങ്ങില്ല. ദൈവം ധാരാളം നന്മകളാൽ നിറച്ച് ദൈവം ഇന്ന് പകൽ നിങ്ങളെ മടക്കി അയക്കും. ഇന്ന് പകൽ ആ ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിച്ച് വേഗത്തിൽ നാം വായിച്ച വചനത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുകയാണ്. നാം വായിച്ച ദൈവത്തിൻ്റെ വചനം യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 32-ാമത്തെ അധ്യായം 16-17 വാക്യവും 26-27 വാക്യങ്ങളുമാണ്. യിരെമ്യാവ് ഈ പ്രവചന പുസ്തകം അല്ലെങ്കിൽ താൻ പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടം, 2 അപ്പോൾ യഹൂദൻ്റെ ആ വല്ലാത്ത സ്ഥിതി, അതിന് നടുവിൽ യിരെമ്യാവിനെ ദൈവം ആക്കിവെച്ച് ദൈവം നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട നിയോഗങ്ങൾ, അതിനെ തുടർന്ന് നാം വായിച്ച വാക്യത്തിലേക്ക് നാം വേഗത്തിൽ പ്രവേശിക്കും. 1 യിരെമ്യാവ് പ്രവചിക്കുന്ന കാലഘട്ടം, 2 യിരെമ്യാവ് പ്രവചിക്കുന്ന കാലഘട്ടം വിശദമാക്കുമ്പോൾ തന്നെ ആ കാലഘട്ടത്തെ, ആ യഹൂദൻ്റെ ഇപ്പോഴത്തെ ഈ പ്രവചനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യഹൂദൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കണം. 3 യഹൂദൻ്റെ അവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ തന്നെ യിരെമ്യാവിനെ ദൈവം ആക്കി വയ്ക്കുന്ന ഒരു പ്രത്യേക നിയോഗമുണ്ട്, അതിനെക്കുറിച്ചും പറയണം. അതിനുശേഷം നാം വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാം. യിരെമ്യാവ് പ്രവചിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യിരെമ്യാ പ്രവചിക്കുന്ന കാലഘട്ടത്തെപ്പറ്റി 1-ാം അധ്യായം 3-ാം വാക്യത്തിലാണ് നമുക്ക് അത് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ തന്നെ വായിക്കാം, നിങ്ങളെല്ലാവരും വചനം ശ്രദ്ധിക്കണം. യഹൂദാ രാജാവായി യോശിയാവിൻ്റെ മകനായ യഹോയാക്കീമിൻ്റെ കാലത്തും യഹൂദാ രാജാവായി യോശിയാവിൻ്റെ മകനായ സിദക്കിയാവിൻ്റെ 11-ാം ആണ്ടിൻ്റെ അവസാനം വരെയും 5-ാം മാസത്തിൽ യെരൂശലേമിനെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയതുവരെയും തന്നെ അങ്ങനെ ഉണ്ടായി. ഇപ്പോൾ യിരെമ്യാവ് പ്രവചിക്കുന്ന കാലഘട്ടം 5 രാജാക്കന്മാരുടെ കാലഘട്ടമാണ്. 5 രാജാക്കന്മാരുടെ കാലഘട്ടമാണ്. ഇവിടെ 3 രാജാക്കന്മാരുടെ പേരുകൾ മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ. പക്ഷേ 5 രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് യിരെമ്യാവ് പ്രവചിക്കുന്നത്. 1 യോശിയാവ്, 2 യഹോവാഹാസ്, 3 യഹോയാക്കീം, 4 യഹോയാക്കീൻ, 5 സിദക്കിയാവ്. ഈ 5 രാജാക്കന്മാരുടെ പേര് പരാമർശിക്കാതെ 3 രാജാക്കന്മാരുടെ പേര് പരാമർശിക്കാൻ കാര്യം, ഈ 3 രാജാക്കന്മാരാണ് യഹൂദയുടെ ആ കാലഘട്ടത്തിൽ അനേക വർഷങ്ങൾ രാജഭരണം നടത്തിയത്. യഹോവാഹാസും യഹോയാക്കീനുമൊക്കെ 3 മാസമേ ഭരണം നടത്തിയുള്ളൂ. അതുകൊണ്ടാണ് അവരുടെ പേര് പരാമർശിക്കാതെ പോയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ 5 രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ പ്രവചിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് യിരെമ്യാവ്. ഇനി ഞാൻ ആ യിരെമ്യാവിനെ കുറിച്ച് അല്ലെങ്കിൽ ആ രാജാക്കന്മാരുടെ കാലത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിപ്പാൻ ദൈവനാമത്തിൽ തയ്യാറാകുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം, എങ്കിലും നിങ്ങൾ ഇതിനെ ശ്രദ്ധിച്ചേ പറ്റൂ. പഴയ നിയമത്തിൽ നമുക്കറിയാം, ഇസ്രായേലിൻ്റെ 1-ാമത്തെ രാജാവ് ശൗലാണ്, 2-ാമത്തെ രാജാവ് ദാവീദാണ്, 3-ാമത്തെ രാജാവ് ശലോമോനാണ്. ശലോമോൻ്റെ കാലഘട്ടത്തിന് ശേഷം രാജ്യം 2ആയി വിഭജിക്കപ്പെടുന്നു. 1 വടക്ക് ഇസ്രായേൽ ഗൃഹമായും 2 തെക്ക് യഹൂദാഗൃഹമായും. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും പറയുവാൻ ആഗ്രഹിക്കുന്നു. വടക്ക് ഇസ്രായേൽ ഗൃഹത്തിന് 19 രാജാക്കന്മാരാണ്. തെക്ക് യഹൂദാഗൃഹത്തിന് 20 രാജാക്കന്മാരാണ്. 20 രാജാക്കന്മാരെന്ന് പറയുമ്പോൾ അഥല്യ എന്ന് പറയുന്നൊരു രാജ്ഞിയും രാജ്യം ഭരിച്ചിരുന്നു. ഇപ്പോൾ 19 + 1 = 20. 20 രാജാക്കന്മാർ മാറി മാറി
യഹൂദാഗ്രഹത്തെ ഭരിച്ചു വന്നു. അങ്ങനെ ഒന്നാമത്തെ രാജാവ്, യഹൂദാഗ്രഹത്തിൻ്റെ ഒന്നാമത്തെ രാജാവിൻ്റെ പേര് ശലോമോൻ്റെ മകനായിരിക്കുന്ന രഹബയാമാണ്. രഹബയാം രാജ്യം ഭരിച്ചു മുൻപോട്ട് വന്നു. രാജ്യം ഭരിക്കുമ്പോൾ തുടങ്ങുമ്പോഴൊക്കെ വളരെ ഏകാഗ്രതയോടെയും ദൈവത്തെ അന്വേഷിച്ചുമാണെങ്കിൽ പിന്നീട് ജീവിതത്തിനകത്ത് നന്മയുണ്ടായി കഴിയുമ്പോൾ രാജ്യം ഏറ്റവും ശ്രേഷ്ഠകരമായി നയിക്കാൻ കഴിയുന്ന സമയത്ത് പിന്നീട് ഇവരുടെ അകത്തെല്ലാം പാപം പ്രവേശിക്കുകയാണ്. ഇവരുടെ അകത്ത് പാപം പ്രവേശിക്കുന്ന സമയത്ത് ഇവരിൽ മാത്രമല്ല പാപം നിൽക്കുന്നത്, ജനത്തിന്മേലും ആ അധപ്പതനം ശക്തിയോടെ വ്യാപരിക്കപ്പെടുകയാണ്. പിന്നീട് ഇങ്ങനെ രാജ്യം ഭരിച്ച് മുൻപോട്ട് വരുന്ന സമയത്ത്, രാജ്യം ഭരിച്ച് മുൻപോട്ട് വന്ന സമയത്ത് യഹൂദാഗ്രഹത്തിൻ്റെ 13ാമത്തെ രാജാവായ ഹിസ്കിയാവിൻ്റെ കാലത്ത് ദേശത്തൊരു ഉണർവ് സംഭവിക്കുകയാണ്. ദേശത്ത്, ഞാനത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്കതിൻ്റെ കാര്യം എന്നാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഗ്രഹിക്കുന്നത്. ഈ പശ്ചാത്തലം പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ആ വാക്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പശ്ചാത്തലം വിശദമാക്കുന്നത്. യഹൂദാഗ്രഹത്തിൻ്റെ 13ാമത്തെ രാജാവായ ഹിസ്കിയാവിൻ്റെ കാലത്താണ് ഒരു ഉണർവ് യഹൂദാഗ്രഹത്തിനകത്ത് വെളിപ്പെട്ട് വരുന്നത്. നിങ്ങൾക്കറിയാം, യെശയ്യാവിൻ്റെ പ്രവചന കാലഘട്ടം എന്ന് പറയുന്നത്, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം, ഞാൻ കാട് കയറി പ്രസംഗിക്കുകയല്ല, ഞാനൊരു കാര്യം വ്യക്തമാക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പ്രവചന കാലഘട്ടം, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നിങ്ങനെ: ആമോസിൻ്റെ മകനായ യെശയ്യാവ് യഹൂദാ രാജാക്കന്മാരായ ഉസ്സിയാവ്, യോഥാം, ആഹാസ്, യെഹിസ്കിയാവ് എന്നിവരുടെ കാലത്ത് യഹൂദയെയും യെരുശലേമിനെയും പറ്റി ദർശിച്ച ദർശനം. അപ്പോൾ യെശയ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ പ്രവചിച്ചു കൊണ്ടിരുന്ന കാലഘട്ടം 4 രാജാക്കന്മാരുടെ കാലഘട്ടമാണ്. 1 ഉസ്സിയാവ്, 2 യോഥാം, 3 ആഹാസ്, 4 യെഹിസ്കിയാവ്. ഇവരുടെ ചരിത്രം നാം പരിശോധിച്ചാൽ നമുക്ക് ഈ ചരിത്രത്തിനകത്തുനിന്നൊരു ദൂത് സ്വീകരിക്കാൻ കഴിയും. ഞാനത് ചരിത്രം വ്യക്തമാക്കുകയാണ്. ഉസ്സിയാവ് എന്ന് പറയുന്ന രാജാവിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഉസ്സിയാവ് എന്ന് പറയുന്ന രാജാവ് 16-ാം വയസ്സിൽ രാജസ്ഥാനം ഏറ്റെടുത്ത മനുഷ്യനാണ്. പക്ഷേ രാജസ്ഥാനം ഏറ്റെടുത്ത് മുൻപോട്ട് വന്നപ്പോൾ അവൻ ബലവാനായി തീർന്നപ്പോൾ അവൻ്റെ ഹൃദയം നിഗളിച്ചു എന്നാണ്. ബലവാനായി തീർന്ന സമയത്ത് നിഗളിക്കുക മാത്രമല്ല, ഇപ്പോൾ പുരോഹിതൻ ചെയ്യേണ്ട ശുശ്രൂഷ രാജാവ് ചെയ്യുക. പുരോഹിതനാണ് ആലയത്തിനകത്ത് കയറി ധൂപം കാട്ടേണ്ടത്. പക്ഷേ ഇപ്പോൾ രാജാവിൻ്റെ ഹൃദയത്തിനകത്ത് നിഗളം കയറിയിട്ട് രാജാവ് ഇപ്പോൾ പുരോഹിതൻ്റെ ശുശ്രൂഷ ഈ ആലയത്തിനകത്ത് നിന്ന് ചെയ്യുന്ന സമയത്ത് 80 പുരോഹിതന്മാരും അസരിയ എന്ന് പറയുന്ന പുരോഹിതനും തന്നെ വിലക്കി, നീ ചെയ്യുന്നത് തെറ്റാണ്. കാരണം നീ ഒരു രാജാവാണ്. രാജാവിന് ദേശത്തെ അല്ലെങ്കിൽ രാജ്യത്തെ ഭരിക്കുക എന്നുള്ള ആ ഉത്തരവാദിത്വമാണ്. ഒരിക്കലും പുരോഹിതൻ്റെ ശുശ്രൂഷ ചെയ്യാൻ നിനക്ക് അനുവാദമില്ല. പുരോഹിതൻ്റെ ശുശ്രൂഷ ചെയ്യാൻ 80 പുരോഹിതന്മാർ ഇപ്പോഴും ഇവിടെയുണ്ട്, അസരിയാവായി ഞാനിവിടെയുണ്ട്. പക്ഷെ നീ ആ ശുശ്രൂഷ ചെയ്യരുതെന്ന് പറഞ്ഞ സമയത്ത് ഉസ്സിയാവിൻ്റെ ഹൃദയത്തിനകത്ത് നിഗളം കയറിയതുകൊണ്ട് താൻ ആ ശുശ്രൂഷ അവിടെ നിന്ന് ചെയ്ത് പുരോഹിതന്മാർക്ക് നേരെ കോപിച്ചു നോക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൻ്റെ തിരുനെറ്റിയിൽ കുഷ്ഠം പൊങ്ങി. നിങ്ങളെല്ലാവരും കേൾക്കണം, തിരുനെറ്റിയിൽ കുഷ്ഠം പൊങ്ങി. കുഷ്ഠം പൊങ്ങിയ സമയത്ത് രാജാവാണെങ്കിലും ദൈവത്തിൻ്റെ നിയമം അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. കുഷ്ഠം പൊങ്ങിയവനെ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഴയ നിയമത്തിൻ്റെ ആ നിയമം അനുസരിച്ച് പാളയത്തിൻ്റെ പുറത്ത് പാർപ്പിക്കണം. പാളയത്തിൻ്റെ പുറത്ത് അവനെ അകറ്റി നിർത്തണം. അപ്പോൾ രാജാവിൻ്റെ തിരുനെറ്റിയിൽ കുഷ്ഠം പൊങ്ങിയ സമയത്ത് രാജാവിനെ അവിടുന്ന് വിളിച്ചിറക്കി പാളയത്തിൻ്റെ പുറത്ത് താമസിപ്പിക്കുന്നു. പിന്നീട് വേദപുസ്തകം പറയുന്നത് എന്താണെന്നറിയാമോ? ഉസ്സിയാവ് എന്ന് പറയുന്ന രാജാവിനെ ആലയത്തിൽ നിന്ന് പുറത്താക്കി. ആലയത്തിൽ നിന്ന്, കേൾക്കുന്നുണ്ടോ? ഞാൻ ആ ദൂതിലേക്ക് വരാൻ നിങ്ങളെല്ലാവരും നന്നായിട്ട് ഈ വചനം കേൾക്കണമെന്നാണ് എൻ്റെ ഹൃദയത്തിനകത്തെ ആഗ്രഹം. ഉസ്സിയാവിനെ ആലയത്തിൽ നിന്ന് പുരോഹിതൻ പുറത്ത് എന്ന് പറഞ്ഞാൽ ദൈവം ഏൽപ്പിക്കാത്ത ശുശ്രൂഷ താൻ ചെയ്തു എന്നാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ 11-ാം പകൽ നമ്മോട് പറയുന്നൊരു പ്രവചന ശബ്ദം എന്താണെന്നറിയോ? ദൈവം ഏൽപ്പിക്കാത്തതൊന്നും ചെയ്യരുത്, ദൈവം പറയാത്തതൊന്നും പറയരുത്, ദൈവം കേൾപ്പിച്ചു എന്ന് പറഞ്ഞ് വ്യാജം പറയരുത്. ദൈവം പറഞ്ഞത് മാത്രമേ പറയാവൂ, ദൈവം ഏൽപ്പിച്ചത് മാത്രമേ ചെയ്യാവൂ. സന്തോഷമുണ്ടെങ്കിൽ ചെയ്യുന്നൊരു ആമേൻ പറയാം.
രാജാവ് പറയുന്ന കാര്യം, ഞാൻ രാജാവല്ലേ, പുരോഹിതന് ശുശ്രൂഷ ചെയ്യാമെന്നൊരു നിലവാരത്തിലേക്ക് എത്തിയപ്പോൾ എല്ലാവരും നോക്കി നിൽക്കെ ഈ മുഖത്തിൽ ഈ നെറ്റിയിൽ കുഷ്ഠം മുങ്ങി. കയ്യിൽ കുഷ്ഠം വരികയാണെങ്കിൽ ഫുൾ കൈ ഇട്ട് മറക്കാം, അല്ലേ? ഇവിടെ ആ കുഷ്ഠം മുങ്ങുന്നെങ്കിൽ ഫുൾ കൈ ഇട്ട് മറക്കാം. ഇവിടെ ആ നെഞ്ചത്താണ് പൊങ്ങിയെങ്കിൽ ഷർട്ടിട്ട് മറയ്ക്കാം. പക്ഷെ തിരുനെറ്റിയിൽ പൊങ്ങിയാൽ ആരെക്കൊണ്ടെങ്കിലും മറയ്ക്കാൻ പറ്റുമോ? ഇല്ല. ആരെക്കൊണ്ടും മറയ്ക്കാൻ പറ്റാതെ വന്നപ്പോൾ രാജാവ് കുഷ്ഠരോഗി എന്ന കണ്ടമാത്രയിൽ അവനെ ആലയത്തിൽ നിന്ന് പുറത്താക്കി. ഇനി എല്ലാവരും എന്നെ കേൾക്കണം. ഉസിയാവിനെ ആലയത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ യോഥാം എന്ന് പറയുന്ന രാജാവ് തൻ്റെ മകനായി അടുത്തത് രാജസ്ഥാനിൽ പ്രവേശിക്കുന്ന സമയത്ത് യോദ്ധാവിൻ്റെ കാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അപ്പനെ ആലയത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ മകൻ ആലയത്തിൽ പ്രവേശിച്ചില്ലെന്ന. മകൻ ആലയത്തിൽ പോയില്ല. അപ്പനെ പുറത്താക്കി, മകൻ ആലയത്തിൽ പോയില്ല. ഇനി ആകാശിൻ്റെ കാലമായപ്പോൾ, ആകാശിൻ്റെ കാലത്തിൽ അതിനേക്കാളും വ്യത്യസ്തമാണ്. ആകാശിൻ്റെ കാലത്തിൽ ആകാശ് ആലയം അടച്ചു കളഞ്ഞു. കേൾക്കുന്നുണ്ടോ? അപ്പോൾ അപ്പനെ ആലയത്തിൽ നിന്ന് പുറത്താക്കി. ഇപ്പം മകൻ വന്നപ്പോൾ ആലയത്തിൽ അത്ര ഇൻട്രസ്റ്റ് മകന് ഇല്ല. ഇനി അടുത്ത മകൻ വന്നപ്പോൾ, കൊച്ചുമകൻ വന്നപ്പോൾ അവൻ ആലയത്തിൽ കയറിയില്ലെന്ന് മാത്രമല്ല, ആരെയും കയറാൻ, മനസ്സിലാവുന്നുണ്ടോ? ആലയം അങ്ങ് അടച്ചു. ഞാൻ കയറുന്നില്ല, ഇനി ആരും കയറത്തുമില്ലെന്ന് പറഞ്ഞ് ആലയത്തെ അങ്ങ് അടച്ചു. ഇനി യെഹെസ്കേയാവിൻ്റെ കാലഘട്ടമാണ് നാം ചിന്തിക്കുന്നത്. യെഹെസ്കേയാവിൻ്റെ കാലഘട്ടത്തിൽ യെഹെസ്കേയാവ് ഒരു ഉണർവിലേക്ക് ജനത്തെ കൊണ്ടുവരികയാണ്. ഉണർവിലേക്ക് ജനത്തെ കൊണ്ടുവരുമ്പോൾ ചെയ്യുന്ന കാര്യം എന്തെന്നറിയാമോ? ആലയം അങ്ങ് തുറന്നു. സ്തോത്രം. വല്യപ്പച്ചനെ ആലയത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ, കൊച്ചുമക്കൾ ആലയത്തിൽ പ്രവേശിച്ചില്ലെങ്കിൽ, കൊച്ചുമക്കൾ ആലയം അടച്ചു കളഞ്ഞെങ്കിൽ, അടുത്ത തലമുറ വന്നപ്പോൾ ആലയം അങ്ങ് തുറന്നു. ആലയം തുറന്ന് ആരാധനകൾ പുനഃസ്ഥാപിച്ചു. ഇതാ ദൈവസഭയ്ക്ക് അല്ലെങ്കിൽ യഹൂദാ ഗ്രഹത്തിനകത്ത് ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, ആലയത്തിനകത്ത് ആരാധന പുനഃസ്ഥാപിക്കപ്പെട്ടു. ആലയത്തിനകത്ത് ആരാധന പുനഃസ്ഥാപിക്കപ്പെട്ടപ്പോൾ ദേശത്ത് ഉണർവിൻ്റെ ശക്തി വ്യാപരിച്ചു. ഇന്ന് പകലും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ ഇങ്ങനെ പറയാം, എവിടെയൊക്കെയാണോ ആരാധനകൾ പുനഃസ്ഥാപിക്കപ്പെടുന്നത്, എവിടെയൊക്കെയാണോ പ്രാർത്ഥനകൾ പുനഃസ്ഥാപിക്കപ്പെടുന്നത്, എവിടെയൊക്കെയാണ് ആലയത്തിനകത്ത് ശുശ്രൂഷകൾ ഇടതടവില്ലാതെ നടക്കുന്നത്, എവിടെയൊക്കെയാണോ ആലയത്തിനകത്ത് ആ പ്രാർത്ഥനകൾ പുനഃസ്ഥാപിക്കപ്പെടുന്ന, ആരാധനകൾ പുനഃസ്ഥാപിക്കപ്പെടുന്നത്, അവിടെയാണ് ദേശത്തിനകത്ത് ഉണർവ് വ്യാപരിക്കപ്പെടുന്നത്. സന്തോഷമുണ്ടെങ്കിൽ ചേർന്ന് ദൈവത്തിന് ഹല്ലേലൂയ പറയാം. നമുക്ക് 2024 ഈ നവംബർ മാസം ഈ ദിവസങ്ങളിൽ ഉപവാസം ഈ ആലയത്തിനകത്ത് നടക്കുമ്പോൾ ഞാൻ ആത്മനിറവിൽ പറയട്ടെ, ഇവിടെ ആരാധനകൾ പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ, ഇവിടെ പ്രാർത്ഥനകൾ പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ, ഇവിടെ ആത്മീയ വർധനവുകൾ പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ, ട്രിവാൻഡ്രം പട്ടണത്തിനകത്ത്, കേരളത്തിനകത്ത്, ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് ഉണർവിന്റെ കാറ്റുകൾ ദൈവം അടുപ്പിക്കും. അതിൽ യാതൊരു സംശയമില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമൊന്നടിച്ച് നമ്മിലേക്കൊരു ഉണർവ് ചലിക്കപ്പെടട്ടെ, നമ്മിലേക്കൊരു പുനഃസ്ഥാപനങ്ങൾ ചലിക്കപ്പെടട്ടെ, നമ്മിലേക്ക് യഥാസ്ഥാപനങ്ങൾ ചലിക്കപ്പെടട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ യെഹെസ്കേയാവിൻ്റെ കാലത്ത്, ഹിസ്കീയാവിൻ്റെ കാലത്ത് 13ാമത്തെ യഹൂദൻ്റെ 13ാമത്തെ രാജാവ്, യഹൂദാഗൃഹത്തിൻ്റെ 13ാമത്തെ രാജാവായ ഹിസ്കീയാവിൻ്റെ കാലത്ത് ഉണർവിൻ്റെ കാറ്റടിച്ചു. വലിയൊരു നവീകരണം യഹൂദാഗൃഹത്തിനകത്തുണ്ടായി. പിന്നീട് വന്ന രാജാവിൻ്റെ പേരാണ് മനശ്ശെ. മനശ്ശെ എന്ന് പറയുന്ന രാജാവ് ഏറ്റവും ക്രൂരനായ ഒരു രാജാവെന്നാണ് സ്തോത്രം നമുക്ക് വേദപുസ്തകം വായിക്കുമ്പോഴും നമ്മുടെ വ്യാഖ്യാനങ്ങൾ പുസ്തകങ്ങൾ വായിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. മനശ്ശെയുടെ ഭരണകാലത്താണ് യെശയ്യാവിനെ വാളുകൊണ്ട് അറുത്തു കൊന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. യെശയ്യാവിനെ വാളുകൊണ്ട് നടുവെ അറുത്തു കളഞ്ഞു എന്ന് പറഞ്ഞാൽ, പ്രവചന ശബ്ദം പറഞ്ഞ, കർത്താവിന് വേണ്ടി ശക്തിയോടെ വിളങ്ങി നിന്ന, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ജനനത്തോടെ മുൻപോട്ട് വന്ന പ്രവാചകനെ മനശ്ശെ എന്ന് പറയുന്ന രാജാവ് തൻ്റെ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം അനുസരിച്ച്, തൻ്റെ അധികാര സീമ അനുസരിച്ച് തന്നെ സ്തോത്രം വാളുകൊണ്ട് അറുത്തു കൊന്നു. പക്ഷെ അതിനകത്തൊരു സന്ദേശമുണ്ട്, എല്ലാവരും കേൾക്കണം. യെശയ്യാവിനെ വാളുകൊണ്ട് അറുത്തു കൊന്നാലും
ദൈവം ശുശ്രൂഷയുള്ള അടുത്ത പ്രവാചകന്മാരെ ആ തലമുറയിൽ എഴുന്നേൽപ്പിക്കുക. ഒന്നുകൂടെ വ്യക്തമാക്കി പറയാം, ശുശ്രൂഷകനെ കൊല്ലാം, പക്ഷെ ശുശ്രൂഷയെ കൊല്ലാൻ ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവനെ അവസാനിപ്പിക്കാം. പക്ഷെ ദൈവിക ശുശ്രൂഷയെ ഒരിക്കലും അവസാനിപ്പിക്കാൻ കഴിയില്ല. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, യെശയ്യാവിനെ കൊന്നാൽ യിരെമ്യാവ് പുറത്തു വരും, യിരെമ്യാവിനെ കൊന്നാൽ ദാനിയേൽ പുറത്തു വരും, ദാനിയേലിനെ കൊന്നാൽ യെഹെസ്കേൽ പുറത്തു വരും. പുതിയ നിയമത്തിലേക്ക് വന്നാൽ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നാൽ പത്രോസിനെ ദൈവം പുറത്തെടുക്കും, പത്രോസിനെ കൊന്നാൽ പൗലോസിനെ ദൈവം പുറത്തെടുക്കും, പൗലോസിനെ കൊന്നാൽ തിമോഥെയോസിനെ ദൈവം പുറത്തെടുക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾ വാ തുറന്നു പറ, ശുശ്രൂഷയെ അവസാനിപ്പിക്കാൻ ഉലകത്തിൽ ഒരു ശക്തിയെ ഞാനിത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ എത്ര ദൈവമക്കൾ വായ തുറന്നു പറയുന്നുണ്ട്, 2024 ഈ ദേശത്ത് ശുശ്രൂഷകന്മാരെ കൂട്ടക്കൊരുതിയാലും അഭിഷേകമുള്ളവരെ ദൈവം വീണ്ടും എഴുന്നേൽപ്പിക്കും, ദൈവകൃപയുള്ളവരെ വീണ്ടും ദൈവം എഴുന്നേൽപ്പിക്കും. സന്തോഷമുള്ള ദൈവമക്കൾ ധൈര്യത്തോടെ വചനത്തിനു മുമ്പാകെ നമുക്ക് പ്രതികരിക്കാം, ധൈര്യത്തോടെ വചനത്തിനു മുമ്പാകെ നമുക്കായിരിക്കാം. ഒരു പ്രാർത്ഥിക്കുന്ന സ്തോത്രം, ഒരു യാക്കോബിനെ വാളുകൊണ്ട് കൊന്നാൽ അതിനേക്കാൾ ശക്തിയോടെ പ്രാർത്ഥിക്കുന്ന ഒരു പത്രോസിനെ ദൈവം എഴുന്നേൽപ്പിക്കും. വിശ്വസിക്കുന്നവരുണ്ട്. ഈ 11ാമത്തെ പകൽ പരിശുദ്ധാത്മാവ് അഭിഷേകമുള്ള ചിലനെ ഇതിനകത്ത് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ശക്തിയുള്ള ചിലനെ ദൈവം ഇതിനകത്ത് എഴുന്നേൽപ്പിക്കും. ഈ യെഹെസ്കേലിന്റെ കാലത്ത് ഉണർവ് നടന്നു. പിന്നീട് മനശ്ശെ എന്ന് പറയുന്ന രാജാവ് വന്നു. പിന്നീട് അടുത്ത രാജാവ് വന്നു. അടുത്ത രാജാവിൻ്റെ പേര് ആമോൻ എന്നാണ്. ആ രാജാവ് രംഗപ്രവേശനം ചെയ്തു. പക്ഷേ ഇവരൊക്കെ യെഹെസ്കേലിന്റെ കാലത്തെ ഉണർവിനെയെല്ലാം തല്ലിക്കെടുത്തി. പിന്നീട് യോശിയാവ് എന്ന് പറയുന്ന രാജാവ് യഹൂദാ ഗൃഹത്തെ ഭരിക്കാൻ പുറത്തു വരികയാണ്. യോശിയാവിൻ്റെ കാലഘട്ടത്തിൽ യെഹെസ്കേലിന്റെ കാലഘട്ടത്തിൽ ഹിസ്കിയാവിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ഉണർവ് പുനരാരംഭിച്ചു. നിങ്ങളെല്ലാവരും കേൾക്കണം. യോശിയാവിൻ്റെ കാലഘട്ടം എന്ന് പറയുമ്പോഴും യഹൂദാ ഗൃഹത്തിനകത്ത് കഴിഞ്ഞ 2 രാജാക്കന്മാർ ഭരിച്ച ആ കാലഘട്ടത്തിലെ ആ വല്ലാത്ത അരാജകത്വങ്ങളൊക്കെ പൊട്ടി, വല്ലാത്ത ആ ദുർനടപ്പൊക്കെ പൊട്ടി. ജനം സ്തോത്രം ഇതാ ഉണർവിലേക്ക് വീണ്ടും യോശിയാവിൻ്റെ കാലഘട്ടത്തിൽ വരികയാണ്. യോശിയാവിൻ്റെ കാലഘട്ടത്തിൽ ഉണർവ് നടന്നു. നിങ്ങൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായവും 2 ദിനവൃത്താന്ത പുസ്തകം 34-ാം അധ്യായമൊക്കെ വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. ഞാനത് വേഗത്തിൽ പറഞ്ഞു വിടാം. യോശിയാവ് ചെയ്തത് യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. ആലയത്തിൻ്റെ അറ്റകുറ്റപ്പണി തീർത്തു. പൂജാഗിരികൾ ദേശത്ത് നിന്ന് നശിപ്പിച്ചു. സൂര്യബിംബങ്ങളെയും സൂര്യരഥങ്ങളെയും തീയിലിട്ട് ചുട്ടുകളഞ്ഞു. സീഹോനിയ, മോവാബിയ, അമോന്യ മ്ലേച്ഛബിംബങ്ങളെയും ബലിപീഠങ്ങളെയും ഒക്കെ ഇടിച്ചു. ന്യായപ്രമാണം ജനങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. അനുതാപം ജനത്തിനുണ്ടായി. രാജാവ് വസ്ത്രം കീറി. ഇനി ബെൻഹിന്നോം താഴ്വരയിൽ കുഞ്ഞുങ്ങളെ ബലികടിപ്പിക്കുന്ന, കേൾക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ ബലികടിപ്പിക്കുന്ന ഒരു വല്ലാത്ത പ്രവണത സ്തോത്രം ഈ യഹൂദാ ഗൃഹത്തിനകത്തുണ്ടായിരുന്നു. പക്ഷേ ആ മേഖലയെല്ലാം സ്തോത്രം ഇതാ യോശിയാവ് അടിച്ചു നിരത്തി ജനത്തിൻ്റെ നടുവിലേക്ക് ഒരു ഉണർവ് കൊണ്ടുവരികയാണ് ദൈവത്തിൻ്റെ നിയോഗത്താൽ. ഇനി എല്ലാവരും കേട്ടേനെ. സ്തോത്രം യോശിയാവിൻ്റെ കാലഘട്ടത്തിൽ ഉണർവ് ശക്തിയോടെ വ്യാപരിച്ചെങ്കിലും പിന്നീട് രാജഭരണം ഏറ്റെടുക്കുന്നത് സ്തോത്രം യഹോവാഹാസാണ്. അതിനുശേഷം യഹോയാക്കീം വന്നു. അതിനുശേഷം യഹോയാക്കീൻ വന്നു. അതിനുശേഷം സിദക്കിയ വന്നു. ഈ സിദക്കിയാവിൻ്റെയും യഹോയാക്കീൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ യോശിയാവിൻ്റെ കാലത്ത് നിലനിന്ന ഉണർവ് ഇങ്ങോട്ട് വ്യാപരിച്ചില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു? യോശിയാവിൻ്റെ കാലത്തൊരു ഉണർവുണ്ടായിരുന്നു. പക്ഷേ ഉണർവ് ഉപരിവിപ്ലവമായിരുന്നു. എന്ന് പറഞ്ഞാൽ
രാജാവ് ഇതെല്ലാം ചെയ്തതുകൊണ്ട്, രാജാവിനെ പേടിച്ചുകൊണ്ട്, രാജാവ് പറയുന്നതായതുകൊണ്ട്, രാജാവിനെ അനുസരിച്ചതുകൊണ്ട് ആ ഉണർവിലേക്ക് ജനം ഹൃദയംഗമായോ മനഃപൂർവമായോ വന്നതല്ല, രാജാവിൻ്റെ ഒരു പേടിയിൽ, രാജാവിൻ്റെ ഒരു കൽപ്പനയായതുകൊണ്ട്, ഹൃദയംഗമായിട്ടല്ല, രാജാവ് എന്തെങ്കിലും ചെയ്യുമോ എന്ന് വിചാരിച്ചുകൊണ്ട് രാജാവിൻ്റെ ആജ്ഞയനുസരിച്ച് ഒരു ഉപരി വിപ്ലവ ഉണർവ് യോശിയാവിൻ്റെ കാലത്ത് വെളിപ്പെട്ടു. പക്ഷേ അധികം താമസിയാതെ ഉണർവ് കെട്ടുപോയി. മനസ്സിലാകുന്നോ നിങ്ങൾക്ക്? ഉണർവ് കെട്ടുപോയി. പിന്നീട് രാജാക്കന്മാർ ഭരണം ചെയ്തപ്പോൾ ഇസ്രായേൽ യഹൂദാഗൃഹം പണ്ടത്തേതിനേക്കാൾ വല്ലാത്ത അധപ്പതനത്തിലേക്ക്, വല്ലാത്ത ആത്മീയമായ അധപ്പതനത്തിലേക്ക്, വിഗ്രഹാരാധനയിലേക്ക്, മറ്റ് ബലിപീഠങ്ങളിലേക്കൊക്കെ തിരിഞ്ഞ് ദൈവത്തെ വിട്ടുകളഞ്ഞ്, ദൈവത്തെ വിട്ട്, ദൈവത്തിൻ്റെ ആരാധനയെ വിട്ട്, ദൈവത്തിൻ്റെ സ്നേഹത്തെ വിട്ട്, ദൈവികമായ കൃപയെ വിട്ടകന്ന്, ദൈവികമായ അനുഭവങ്ങളെ വിട്ടുകന്ന് ഒരു വല്ലാത്ത പരിതസ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ വല്ലാത്ത കാലഘട്ടത്തിൽ പ്രവചിക്കാൻ വന്ന പ്രവാചകൻ പേരാണ് ഇരമ്യാവ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഇരമ്യാവ് പ്രവചിക്കാൻ ഇറങ്ങുമ്പോൾ ഇങ്ങനെ സൗമ്യമായ ശ്രേഷ്ഠമായ ഒരു ഓഡിയൻസ് അല്ല പ്രിയപ്പെട്ടവരെ. ഇരമ്യാവ് പ്രവചിക്കാൻ പുറത്തേക്ക് വരുമ്പോൾ ഇസ്രായേലിൻ്റെ വരണ്ട കാലഘട്ടമാണ്. യഹൂദൻ്റെ ആത്മീയ അധപ്പതനം സംഭവിച്ച കാലഘട്ടമാണ്. ഇരമ്യാവിൻ്റെ ശുശ്രൂഷയുടെ തുടക്കം യോശിയാവിൻ്റെ കാലത്ത് ഉണർവിലാണെങ്കിൽ, ഈ ശുശ്രൂഷ മുൻപോട്ട് പോകുമ്പോൾ ഉണർവെല്ലാം നിലച്ച് ആത്മീയ അധപ്പതനം സംഭവിച്ച്, എവിടെയൊക്കെയാണോ ആരാധന പുനഃസ്ഥാപിച്ചത് അവിടെയൊക്കെ ബലിപീഠങ്ങൾ സ്ഥാപിച്ച്, അവിടെയൊക്കെ കൂട്ടക്കുരുതികൾ മറ്റുള്ള ദേവന്മാർക്ക് അഗ്നിപ്രവേശം ചെയ്യിപ്പിച്ച് ജനം വല്ലാത്ത നിലയിൽ കഷ്ടപ്പെടുന്ന ആ കാലഘട്ടത്തിലാണ് ഇരമ്യാവ് ശക്തിയോടെ ദൈവകൃപ പ്രാപിച്ച് പുറത്തേക്ക് വരുന്നത്. ഇന്ന് പകൽ ഈ യോഗത്തിനകത്ത് നാം ഒരുമിച്ച് ഈ വചനം ചിന്തിക്കുമ്പോഴും ഈ കാലഘട്ടം അങ്ങനെ ഒരു കാലഘട്ടമാണ്. മനസ്സിലാകുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ചേർന്ന് രാമീൻ പറ. ആത്മീയ മൂല്യച്യുതികൾ സംഭവിച്ച്, ആത്മീയ അധപ്പതനങ്ങൾ സംഭവിച്ച്, ഉണർവുണ്ടെന്ന് പറഞ്ഞാൽ ഉപരിവിപ്ലവമായ ഉണർവുകൾ കൊണ്ട് എന്തോ ഒരു മനസ്സിൻ്റെ തൃപ്തി ഭാവിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിനകത്ത് ചില ഇരമ്യാവുമാരെ ദൈവത്തിനകത്ത് പരിശുദ്ധാത്മാവിൽ തെരഞ്ഞെടുക്കുന്ന പകലാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ചേർന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അത് മനസ്സിലാക്കാൻ? ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഈ പകൽ ഇടപെടുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 11ാമത്തെ പകൽ. ഹരാ ജഗൽ കരാതി, ഹരാ ബഗാദയ മന ജഗൽ കരാതി. കേരളത്തിൻ്റെ 14 ജില്ലകളിൽ, ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളിൽ, ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിൽ ആത്മീയ അധപ്പതനങ്ങൾ ശക്തിയോടെ വെളിപ്പെടുന്ന ഈ കാലഘട്ടത്തിനകത്ത് ദൈവകൃപ പ്രാപിച്ച അഭിഷേകത്തിൽ നിലനിൽക്കുന്ന, ദൈവ സാന്നിധ്യത്തോട് പ്രതികരിക്കുന്ന, ദൈവം പറയുന്നത് മാത്രം പ്രവചിക്കുന്ന ചില ദൈവത്തിന്റെ ശബ്ദം പറയുന്ന ചില ഇരമ്യാവുമാർ ഈ യോഗത്തിനകത്ത് പുറത്തു വരട്ടെ. സന്തോഷമുള്ളവർ കരമ ഞാൻ ഒന്നുകൂടെ ഇരമ്യാവ് താൻ ശുശ്രൂഷിക്കുന്ന ആ പ്ലാറ്റ്ഫോമിനെ കുറിച്ച്, ആ വേദിയെക്കുറിച്ച്, താനിപ്പോൾ ആയിരിക്കുന്ന ചുറ്റുപാടുകളെക്കുറിച്ച് ഞാനൊന്ന് വിശദീകരിച്ചിട്ട് ഇരമ്യാവിന് ദൈവം കൊടുക്കുന്ന നിയോഗവും പറഞ്ഞിട്ട് നാം വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ യഹൂദൻ ആയിരിക്കുന്ന ആ പ്രത്യേക മേഖല നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ യഹൂദൻ ആരാണ് എന്ന് മനസ്സിലാക്കണം. യഹൂദൻ ആരാണ്? യഹൂദജനം ആരാണ്? യഹൂദജനം ആരാണെന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ യഹൂദൻ്റെ തെറ്റ്, യഹൂദാഗ്രഹത്തിൻ്റെ തെറ്റ് നമുക്ക് ആഴമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. റോമാലേഖനം 9-ാം അധ്യായം നാം വായിക്കുമ്പോൾ അതിന് 4-ാം വാക്യത്തിൽ, 3-4 വാക്യത്തിൽ പൗലോസ് പറയുന്ന ഇങ്ങനെയാണ്: അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ.
ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അപ്പൊ യഹൂദൻ ആരാന്ന് ചോദിച്ചാൽ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും, അവർ ഇസ്രയേലിൽ പുത്രത്വമുള്ളവർ, തേജസ്സുള്ളവർ, നിയമമുള്ളവർ, ന്യായപ്രമാണമുള്ളവർ, ആരാധനയുള്ളവർ, വാഗ്ദത്തമുള്ളവർ, പിതാക്കന്മാരുള്ളവർ, ജഡപ്രകാരവും ക്രിസ്തുവും അവരിൽ നിന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത്രത്തോളം ശക്തിയോടെ നിൽക്കാൻ കഴിവുള്ള ഒരു ജാതി, ഇത്രത്തോളം ശ്രേഷ്ഠതയുള്ളൊരു ജാതി. ഇനി യഹൂദനെ കുറിച്ച് വീണ്ടും യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലൊക്കെ വായിക്കാൻ കഴിയുന്നത്, പുറപ്പാട് 4:22 വായിക്കുന്നത്, ഇസ്രായേൽ എൻ്റെ പുത്രൻ, അവൻ എൻ്റെ ആദ്യജാതൻ എന്നാണ്. ഇനി ആവർത്തന പുസ്തകം 7-ാം അധ്യായം 6-ാം വാക്യത്തിൽ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു, ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് തനിക്ക് സ്വന്തം ജനമായിരിക്കുന്നു. നിന്റെ ദൈവമായ യഹോവ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇനി യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ 2-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിച്ചാൽ, ഇസ്രായേൽ യഹോവയ്ക്ക് വിശുദ്ധവും അവൻ്റെ വിളവിൻ്റെ, കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഞാൻ ആ ദൂതിലേക്ക് വരാം, എല്ലാവരും കേട്ടോണം. യഹൂദൻ ആരായിരുന്നു, ഇസ്രായേൽ ഗൃഹം ആരാണ് എന്നുള്ള ചോദ്യത്തിന് മറുപടിയാണ് ചില വാക്യങ്ങളൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത്. ഇത്രയും വിശേഷമായ, ഇത്രയും വിശിഷ്ടമായ, ഇത്രയും ശ്രേഷ്ഠമായൊരു ജാതി, അവൻ വിളവിൻ്റെ ആദ്യ ഫലമാണ്, അവൻ ആദ്യജാതനാണ്, പുത്രത്വം അവനാണ്, തേജസ് അവനാണ്, വാഗ്ദത്തം അവനാണ്, പിതാക്കന്മാർ അവർക്കുള്ളതാണ്. ഇങ്ങനെ ശ്രേഷ്ഠമുള്ളൊരു ജാതി, ഇങ്ങനെ കരുത്തുള്ളൊരു ജാതി, ഇങ്ങനെ ദൈവത്താൽ പ്രത്യേകമായി പുറത്തു വന്നൊരു ജനം, ഈ ജനത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് വായിച്ച് മനസ്സിലാക്കണം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുകയും അവൾ അവനെ വിട്ടുപോയി മറ്റൊരു പുരുഷന് ഭാര്യയായി തീരുകയും ചെയ്ത ശേഷം അവൻ അവിടെ അടുക്കൽ വീണ്ടും ചെല്ലുമോ? അങ്ങനെയുള്ള ദേശം മലിനമായി പോകയില്ലയോ? നീയോ പല ജാരന്മാരുമായി പരസംഗം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മനസ്സിലാവുന്നോ? ഇങ്ങനെ വിശേഷം ഒരു ജാതി, ദൈവത്തിന്റെ സ്വന്തം ജനം. ദൈവം പറഞ്ഞു, ഇവൻ എൻ്റെ ആദ്യജാതനാണ്, പുത്രത്വം അവനാണ്, തേജസ് അവനാണ് എന്ന് പറഞ്ഞ വിശേഷമായ ജാതി ഇപ്പോൾ ആയിരിക്കുന്ന എന്താണ്? അവർ പരസംഗം ചെയ്തു, അല്ലേ? പരസംഗം ചെയ്തു. ഇനി 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, എല്ലാ വാക്യങ്ങളും വായിക്കാൻ സമയമില്ലല്ലോ, 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 25 മുതൽ 28 വരെ വാക്യങ്ങൾ വായിച്ചാൽ അവർ അവിശ്വസ്തത പ്രവർത്തിച്ചു. വിശ്വസ്തതയിൽ നിന്ന് ഒരു ഭാര്യയിൽ നിന്ന് ഭർത്താവ് ആഗ്രഹിക്കുന്നത്, ഭർത്താവിൽ നിന്ന് ഭാര്യ ആഗ്രഹിക്കുന്നത് അവർ വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ് എല്ലാ മേഖലയിലും. പക്ഷേ ഈ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ന് പറയുന്ന, കർത്താവ് എന്ന് പറയുന്ന ശ്രേഷ്ഠ ഭർത്താവ് അവന് മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ മറ്റുള്ള ജാതികളുമായി ഇടകലർന്നു, പരസംഗം ചെയ്തു, അവിശ്വസ്തത പ്രവർത്തിച്ചു. ഇനി 10-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ജാതികളുടെ വഴിയിൽ പോയെന്നാ. കേൾക്കുന്നുണ്ടോ എല്ലാവരും? ജാതികളുടെ വഴിയിൽ പോയി, ഒരു വിശേഷമായ ജാതിയാക്കി, ശ്രേഷ്ഠ ജനമാക്കി ആക്കി വെച്ച ഈ ജനം ഇപ്പോ ജാതികളുടെ വഴി പഠിക്കുക. ഇനി അടുത്ത വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് 32-ാം അധ്യായം, എല്ലാം എടുക്കാൻ സമയമില്ല, 32-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ, 32-ാം അധ്യായം അതിൻ്റെ സ്തോത്രം 33-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവർ മുഖമല്ല പുറമത്രേ എങ്കിലേക്ക് തിരിച്ചിരിക്കുന്നത്, ഞാൻ ഇടവിടാതെ അവരെ ഉപദേശിച്ചു പഠിപ്പിച്ചിട്ടും ഉപദേശം കൈക്കൊള്ളുവാൻ മനസ്സ് വെച്ചില്ല. എന്റെ നാമം വിളിച്ചിരിക്കുന്ന ആലയത്തെ അശുദ്ധമാക്കാൻ തക്കവണ്ണം അവർ അതിൽ കേൾക്കുന്നുണ്ടോ? ദൈവത്താൽ വേർതിരിക്കപ്പെട്ട വിശേഷ ജനം, ദൈവം വില കൊടുത്ത് പുറത്തു കൊണ്ടുവന്ന ജനം, ഏറ്റവും ശ്രേഷ്ഠമായി ദൈവം പരിപാലിച്ച ജനം, ദൈവത്തിന്റെ വിശേഷമായ കരുതലുകൾ മനസ്സിലാക്കിയ ജനം. ഇത്രയും അധികം ദൈവം സ്നേഹിച്ചൊരു ജനമില്ല, ഇത്രയും അധികം ദൈവം ശ്രേഷ്ഠകരമായി നടത്തിയൊരു ജനമില്ല. ഇത്രയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇപ്പോൾ ദൈവത്തെ വിട്ടവർ പോകുകയാണ്. ഇപ്പൊ മരം നോക്കിയിട്ട് പറയുന്നു, ഇതാ ദൈവം,
കല്ല് നോക്കിയിട്ട് പറഞ്ഞു ഇതാ ദൈവം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. മേലൊക്കെ എന്ന് പറയുന്ന ആ സ്തോത്രം എന്താ പറയുക, ദൈവത്തിന് അവർ കുഞ്ഞുങ്ങളെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് അവരെ കൊന്നുകളി എന്ന് പറഞ്ഞാൽ അതിന് നരബലി നടത്തുക. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന് അങ്ങനെയൊന്നും ഇഷ്ടമില്ല. പക്ഷെ ഇവരിങ്ങനെ അധപ്പതനത്തിന്റെ ആഴത്തിലേക്ക് കാല് വെച്ച് താണുകൊണ്ടിരിക്കുക. ഇങ്ങനെ വല്ലാതെ വഷളായി വിഗ്രഹാരാധന, മ്ലേച്ഛയാരാധന, മറ്റാരാധന രീതികൾ ദൈവത്തെ വിട്ട് പുറന്തള്ളി, ദൈവത്തെ വിട്ടകന്ന് മാറിക്കൊണ്ടിരിക്കുക. ഇനി അടുത്തൊരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ട് ആ വാക്യങ്ങളിലേക്ക് മടങ്ങി വരാം. ആ ജനം അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ അന്ന് ദൈവം ആക്കി വെച്ച നേതൃത്വം കേൾക്കുന്നുണ്ടോ? ജനം ദൈവത്തെ വിട്ട് മാറിപ്പോയി, ദൈവത്തെ വിട്ട് അകന്നു മാറി, വിഗ്രഹങ്ങളെ ആരാധിച്ച്, വിഗ്രഹങ്ങളെ നമസ്കരിച്ച് മുൻപോട്ട് പോകുമ്പോൾ ആ കാലഘട്ടത്തിൽ ദൈവമാക്കി വെച്ച നേതൃത്വമുണ്ട്. രാജാവായും പുരോഹിതനായും പ്രവാചകനായും ആക്കി വെച്ച നേതൃത്വമുണ്ട്. നേതൃത്വത്തിന്റെ ഗതി അതിനേക്കാൾ അധോഗതിയാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഞാൻ വിശദമാക്കാം. ഈ രാജാവെന്ന് പറയുമ്പോൾ തന്നെ ഈ രാജാവിനെ കുറിച്ചുള്ള കാര്യാദികൾ വിശദീകരിക്കുമ്പോൾ തന്നെ ഇടയൻ എന്ന നിലവാരത്തിലാണ് രാജാവിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇടയൻ എന്ന് പറഞ്ഞാൽ പരിപാലനം ചെയ്യുന്നവൻ. രാജ്യത്തെ പരിപാലിക്കുന്ന ഭരണ സാമർഥ്യമുള്ള മനുഷ്യനാണ് രാജാവ്. അപ്പോൾ രാജാവിനെ നമുക്ക് ഇടയൻ എന്ന രൂപത്തിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചിന്തിക്കാം. 1 രാജാവ് അല്ലെങ്കിൽ ഇടയൻ, 2 പ്രവാചകൻ, 3 പുരോഹിതൻ. ഇതാണ് നേതൃനിരയിൽ നിൽക്കുന്നത്. നേതൃനിരയിൽ നിൽക്കുന്ന രാജാവും പുരോഹിതനും ചെയ്ത കാര്യം എന്താ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. പുരോഹിതൻ ചെയ്ത കാര്യം മലാക്കി എഴുതിയ പ്രവചനം 2-ാം അധ്യായം 7-ാം വാക്യം വായിക്കുന്നത്, പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവന്റെ അധരങ്ങളിൽ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതിനും ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതുമല്ലോ. പുരോഹിതൻ ആരായിരിക്കണം? സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതൻ. ഒന്ന് പറഞ്ഞു നിങ്ങൾ. ദൂതനാണ്. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാണ്. അതാ ദൈവത്തിന്റെ പദവി. ദൈവം അവനെ കൊടുത്ത പദവി അതാ, സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാണ്. അവന്റെ വായിൽ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോടാണ്, പുരോഹിതനോടാണ് ചോദിച്ച് പഠിക്കേണ്ടത്. പക്ഷേ ഇരമ്യാവിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചതെന്നറിയോ? പശൂർ എന്ന് പറയുന്ന ഒരു പുരോഹിതനുണ്ട്. പുരോഹിതന്റെ മുമ്പിൽ ഇരമ്യാവ് പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരമ്യാവിനെ പുരോഹിതൻ പ്രോത്സാഹിപ്പിച്ചു എന്നാണ്. പ്രവചിക്ക്, ദേശത്ത് വരാൻ പോകുന്ന അനർത്ഥങ്ങളെക്കുറിച്ച് പ്രവചിക്ക്, ജനം മനം തിരിഞ്ഞ് മടങ്ങി വരട്ടെ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചോ? ഇല്ല, തൻ്റെ കൈ നീട്ടി ഒരൊറ്റ അടി കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പുരോഹിതൻ നേതൃസ്ഥാനയിൽ നിൽക്കുന്ന മനുഷ്യനാണ്. ഇപ്പോൾ പുരോഹിതൻ ഇപ്പോൾ ചെയ്യേണ്ട ശുശ്രൂഷ മനുഷ്യന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുക. ദൈവമേ, മനുഷ്യന്റെ വല്ലാത്ത അവസ്ഥ ഒന്ന് മാറണം, യഹൂദ ജനം ഒന്ന് മടങ്ങി വരണം, ദൈവത്തെ ഒന്ന് വിളിക്കണം, ഈ ജനം ഈ വഷളത്വം വിട്ടുതിരിഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഒന്ന് പുറത്തു വരണം എന്ന് പ്രാർത്ഥിക്കേണ്ട പുരോഹിതൻ ഇപ്പൊ പ്രവാചകനെ അടിക്കുക. അത്രത്തോളം ആത്മീയ അധപ്പതനം നേതൃസ്ഥാനിയിൽ സംഭവിച്ചു. ഇനി അടുത്തത്, പ്രവാചകൻ ദൈവത്തിന്റെ ശബ്ദം പറയേണ്ടവനാണ്. ആണോ? പറ. ദൈവത്തിന് കേട്ടിട്ട്, ദൈവത്തിന് പ്രാപിച്ചിട്ട് ജനത്തിന് പറയാനുള്ളതാണ് പ്രവാചകൻ. പക്ഷേ പ്രവാചകൻ ഇവിടെ പ്രവചിക്കുന്നത് നിങ്ങൾ 23-ാം അധ്യായം വായിച്ചാൽ, ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം വായിച്ചാൽ 21-ാം വാക്യത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, ഞാൻ ഈ പ്രവാചകന്മാരെ അയക്കാതിരുന്നിട്ടും അവർ ഓടി, ഞാൻ അവരോട് അരുളി ചെയ്താതിരുന്നിട്ടും അവർ പ്രവചിച്ചു. എന്ന് പറഞ്ഞാൽ പ്രവചനമൊന്നുമില്ല, ദൂതൊന്നുമില്ല, ആലോചനയൊന്നുമില്ല, പിന്നെ ബിംബങ്ങ് പറയുക. ഇനി നിങ്ങൾ ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം വായിച്ചാൽ അവിടെ ഒരു വാക്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 5-ാം അധ്യായം അതിൻ്റെ 30-31 വാക്യം, വിസ്മയവും ഭയങ്കരമുള്ളത് ദേശത്ത് സംഭവിക്കുന്നു. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു, പുരോഹിതന്മാരും അവരുടെ
അവരോടൊരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു. എൻ്റെ ജനത്തിനോ അധിഷ്ഠമാകുന്നു. അടുത്ത വാക്ക്, എന്നാൽ ഒടുക്കം നിങ്ങൾ എന്ത് മനസ്സിലാവുന്നുണ്ടോ? ദൈവശബ്ദം പറയേണ്ട പ്രവാചകൻ ദൈവത്തിൻ്റെ അരുളപ്പാട് കൃത്യതയോടെ, അത് ന്യായവിധിയാണെങ്കിലും മടങ്ങി വരേണ്ട ദൂതാണെങ്കിലും തെറ്റാണെങ്കിലും പാപമാണെങ്കിലും നോക്കി ദൈവത്തിൻ്റെ ശബ്ദം പറയേണ്ട പ്രവാചകൻ ജനത്തെ ഒരു വല്ലാത്ത രസത്തിലേക്കും വല്ലാത്ത അനുഭവത്തിലേക്കും വല്ലാത്ത ഉല്ലാസത്തിലേക്കും നടത്തുവാൻ ഇങ്ങനെ ദൂത് പറഞ്ഞ് ജനത്തെ, ഹൃദയത്തെ സന്തോഷിപ്പിക്കുക. ദൈവശബ്ദം നേരിട്ട് നന്നായി പറയേണ്ട പ്രവാചകൻ ദൈവം അയക്കാതിരുന്നിട്ടും പ്രവചിക്കുക, ദൈവം പറയാതിരുന്നിട്ടും പറയുക. നേതൃസ്ഥാനിൽ അതപ്പൻ സംഭവിച്ചു. ഇനി ഇടയന്മാർക്കുണ്ടായ കാര്യം എന്താണെന്നറിയോ? ഇടയന്മാർക്കുണ്ടായ കാര്യം 23-ാം അധ്യായം തന്നെ നമുക്ക് വായിക്കാൻ കഴിയും. 23-ാം അധ്യായം, എൻ്റെ മേൽച്ചിപ്പുറത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിപ്പിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം. ഇനി അതുകൊണ്ട് തന്നെ ജനത്തെ മേയ്ക്കുന്ന ഇടയന്മാരെ കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കാതെ അവയെ ചിതറിച്ചോടിച്ചു കളഞ്ഞിരിക്കുന്നു. ഇതാ ഞാൻ നിങ്ങളുടെ പ്രവൃത്തിക്ക് ദോഷത്തെക്കുറിച്ചും നിങ്ങളോട് ചോദിക്കുമെന്ന്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ഇടയന്മാർ മുഴുവൻ കൊഴുത്തതിനെ അന്വേഷിച്ചു പോകുക. മെലിഞ്ഞതിനെ വേണ്ട, ബലഹീനമായതിനെ വേണ്ട, കൊഴുത്തതിനെ, ഏറ്റവും നന്നായുള്ളതിനെ അന്വേഷിച്ച് അവരുടെ ഉപജീവനം കഴിക്കാൻ, അവർക്കൊരു പുഷ്ടിയുണ്ടാകാൻ, അവരുടെ കുടുംബം ഒന്ന് നിലനിൽക്കാൻ, ഇങ്ങനെ പുഷ്ടിയുള്ളതിനെ, നല്ല ബലമുള്ളതിനെ മെഴുത്തതിൻ്റെ പുറകെ ഇടയന്മാർ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കുന്നു, എല്ലാവരും കേട്ടോണം. അന്ന് ആത്മീയ നേതൃത്വത്തിൽ നിൽക്കുന്ന പുരോഹിതൻ, പ്രവാചകൻ, രാജാവ് അല്ലെങ്കിൽ ഇടയൻ ദൈവ സാന്നിധ്യത്തോടോ ദൈവത്തിൻ്റെ ഇടപെടലിനോടോ ദൈവത്തിൻ്റെ പദ്ധതിയോടോ പ്രതികരിക്കാൻ കഴിയാതെ സ്വന്തം ഇഷ്ടങ്ങളിൽ ജനത്തിൻ്റെ താല്പര്യമനുസരിച്ച് കാര്യങ്ങൾ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ നിൽക്കുന്നൊരു പ്ലാറ്റ്ഫോമിലേക്ക് അനോദോത്തിലെ ഇൽക്കിയാവിൻ്റെ മകനായ ഇരമ്യാവിനെ ദൈവം കൊണ്ടെത്തിക്കുക. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്നൊരു ആമീൻ പറയണം. ദൈവമക്കൾ ഇന്ന് പകൽ ദൈവത്തെ സ്തുതിക്കണം. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇന്നും ആ കാലഘട്ടം ആണ് പ്രിയപ്പെട്ടവരെ. എല്ലാ തരത്തിലും ആത്മീയ അധപ്പതനങ്ങൾ സംഭവിച്ച് നേതൃസ്ഥാനം നിൽക്കുന്നവർ പോലും ദൈവത്തെ വിട്ടു മാറി എല്ലാ തരത്തിലും ഒരു കളി തമാശ പോലെ ശുശ്രൂഷ മുൻപോട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇടപെടുകയാണ്. ഇതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ ചില ഇരമ്യാവുമാർ ശുശ്രൂഷയ്ക്ക് വേണ്ടി പുറത്തു വരണമെന്ന് ദൈവാത്മാവ് ഇടപെട്ടാൽ ഇന്ന് പകൽ എത്ര പേർക്ക് ഇത് സ്വീകരിക്കാൻ കഴിയുന്നുണ്ട്? അവർ ആ കരമം അടിച്ചു ഈ 11-ാമത്തെ പകൽ എൻ്റെ മാന്യ സഹോദരങ്ങളോട്, ദൈവദാസന്മാരോട്, എന്നേക്കാൾ ശുശ്രൂഷയിൽ പാണ്ഡിത്യവും എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ദൈവദാസന്മാരോട് അഭിഷേകത്തിന്റെ നിറവിൽ ഞാൻ പറയുന്നു, ഈ കാലഘട്ടത്തെ നോക്കി നമുക്ക് പറയാൻ കഴിയണം, ഇതൊരു വല്ലാത്ത കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിനകത്ത് ദൈവശബ്ദം യഥാർത്ഥമായി പറയുന്ന, ദൈവത്തിന്റെ ആലോചന യഥാർത്ഥമായി പ്രഖ്യാപിക്കുന്ന, അത് എത്ര അടി കൊണ്ടാലും, എത്ര നിന്നയേറ്റാലും, എത്ര തുപ്പലേറ്റാലും ദൈവത്തിന്റെ ശബ്ദം വായ്കളൊന്ന് തുറന്ന കർത്താവിനെ അഭിഷേകം ചലിക്കട്ടെ. ഈ 11-ാമത്തെ പകൽ അങ്ങനെ ആത്മനിറവ് പ്രാപിച്ച ചില പ്രവാചകന്മാർ, അങ്ങനെ ദൈവശബ്ദം തനതായ നിലയിൽ പ്രഖ്യാപിക്കുന്ന ചില ദൈവത്തിന്റെ പ്രവാചകന്മാർ ഈ അന്ത്യകാലത്ത് ദൈവം ഈ PMG ദൈവസഭയ്ക്കകത്ത് എഴുന്നേൽപ്പിക്കട്ടെ. PMG ദൈവസഭയ്ക്കകത്ത് ഹറാ ജല 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 ദയ ഹദാ റബ ലഗ ദയ രഗ ജഗൽ കരാദി റബ ദയ മന ജല ദയ ബര ജല റബ ദയ ബര ജല ദിയ ഹദ ജര ഗഡ ഗജല ഹറബ ഗദല റബ ഖര. ഇന്ന് പകലൊരു വൈകിയ ദൈവ സാന്നിധ്യം ഈ ചർച്ചിനകത്ത് ഇറങ്ങി വരികയാണ്. എനിക്ക് ആത്മാവിൽ ഇത് കാണാൻ കഴിയുന്നുണ്ട്.
യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഒരാത്മീയ അധപ്പതനം സംഭവിച്ച കാലഘട്ടം, ഒരാത്മീയ അധപ്പതനം സംഭവിച്ച കാലഘട്ടം, ദൈവത്തിന്റെ സന്നിധിയിൽ തിളങ്ങേണ്ട, ദൈവസന്നിധിയിൽ വില കൊടുക്കേണ്ട നേതൃസ്ഥാനങ്ങൾ അതിൽ മറ്റുള്ള ആശയങ്ങൾക്ക് വേണ്ടി അവർ തിരിയുന്ന സമയത്ത് അഭിഷേകമുള്ള ചില യിരെമ്യാവുമാർ പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ. കരം അടിച്ചു ദൈവത്തിന് സ്തോത്രം. ഇന്ന് മകൾ പ്രാർത്ഥിച്ചോണം, ഒരു കൃപാവരം ഇന്ന് മകൾ ജ്വലിക്കണം. ഇവിടെ കൃപാവരങ്ങൾ ജ്വലിക്കണം. വാ മൂടി പിടിച്ചാരും ഇരിക്കരുത്. ഇവിടെ വായ്കൾ തുറന്ന് പറ, ദൈവമേ ഞാൻ റെഡിയാണ്, ഞാൻ റെഡിയാണ്. ദൈവം ഏൽപ്പിക്കുന്നത് പറയാൻ ഞാൻ റെഡിയാണ്, ദൈവം പറയുന്നത് പറയാൻ ഞാൻ റെഡിയാണ്. ഇന്ന് മകൻ അങ്ങനെ സമർപ്പിക്കുന്നെങ്കിൽ ഒരു പ്രവാചക അഭിഷേകം. ഓ ആത്മീയ മൂല്യച്യുതികൾ സംഭവിക്കുന്ന ഈ കാലഘട്ടത്തിനകത്ത് അഭിഷേകത്തോടെ ദൈവശബ്ദം പറയാൻ, ദൈവത്തിന്റെ അരുളപ്പാട് പറയാൻ, ദൈവത്തിന്റെ ശബ്ദങ്ങളെ ഉറക്കെ പ്രസ്താവിക്കാൻ ചില യിരെമ്യാവുമാരെ ഈ പ്രാർത്ഥനാ യോഗത്തിനകത്ത് പരിശുദ്ധമ പുറത്തു കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. യെരൂശലേമിൽ നിന്ന് 3 മൈൽ ദൂരം സഞ്ചരിച്ചാൽ അനാഥോത്ത് എന്ന് പറയുന്ന സ്ഥലം കാണാം. യോശുവയുടെ കാലഘട്ടത്തിൽ പുരോഹിതന്മാർക്ക് മാത്രം കൊടുത്തൊരു അവകാശമാണ് അനാഥോത്ത്. ആ അനാഥോത്തിലെ ഹിൽക്കിയാവ് എന്ന് പറയുന്നൊരു പുരോഹിതന് ഒരു മകൻ ജനിക്കുക. ആ മകൻ കൂടാരത്തിനകത്ത് നന്നായിട്ട് ദൈവിക കൽപ്പനയോടെ വളർന്ന് ഏതാണ്ട് 20 വയസ്സാകുന്ന സമയത്ത് ദൈവം തന്നെ പ്രത്യേകമായി വിളിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, ദൈവശബ്ദം പറയാൻ വേണ്ടി യിരെമ്യാവിനെ ആക്കി വെക്കുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഞാൻ പറഞ്ഞ പശ്ചാത്തലമെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോണം. യഹൂദൻ മുഴുവൻ വഴിതെറ്റി. എല്ലാവരും ദൈവത്തെ ആരാധിപ്പാൻ മുൻപോട്ട് വരേണ്ടവരാണ്. പക്ഷെ ദൈവത്തെ ആരാധിപ്പാൻ കഴിയാതെ, ദൈവത്തെ സേവിപ്പാൻ കഴിയാതെ മറ്റുള്ളതിലേക്കെല്ലാം അവരുടെ കണ്ണും മനസ്സും തിരിഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ ആത്മീയ നേതൃത്വങ്ങൾ ഇത്രത്തോളം അധപ്പതനത്തിലേക്ക് കാല് ചവിട്ടി നിൽക്കുന്ന സമയത്ത് യിരെമ്യാവിനെ ദൈവം പുറത്തെടുക്കുകയാണ്. യിരെമ്യാവിനെ ദൈവം പുറത്തെടുക്കുമ്പോൾ 1-ാം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ യിരെമ്യാവിന്റെ ദൈവം പറയുന്ന വാക്ക്, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ നിന്നെ ഉദരത്തിൽ ഉരുവാക്കിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ പുറത്തു വന്നതിനു മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചു. ഞാൻ നിന്നെ അറിഞ്ഞു യിരെമ്യാവേ, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ വേർതിരിച്ചു. 3, ഞാൻ നിന്നെ നിയമിച്ചിരിക്കുകയാണ്. കേൾക്കുന്നുണ്ടോ? ഈ വാക്കുകൾ പറയുന്ന സമയത്ത് യിരെമ്യാവിന്റെ പ്രതികരണമാണ് 6-ാം വാക്യം. എന്നാൽ ഞാൻ അയ്യോ കർത്താവായ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ദൈവം യിരെമ്യാവിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞ വാക്ക്, അതിന് യഹോവ എന്നോടല്ലേ ചെയ്തത്, ഞാൻ ബാലനെന്ന് നീ പറയരുത്, ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നൊക്കെയും സംസാരിക്കുകയും. ഇങ്ങനെ ഉപവാസ പ്രാർത്ഥനയിലേക്ക് നിയോഗിച്ചയക്കുകയല്ല കേട്ടോ, വലിയൊരു കൺവെൻഷനിലേക്കോ നിയോഗിച്ചയക്കുകയല്ല. എല്ലാ പാസ്റ്റർമാരും കൂടിയിരിക്കുമ്പോൾ ആ പാസ്റ്റർ കോൺഫറൻസിനകത്ത് പ്രസംഗിക്കാനല്ല യിരെമ്യാവിനെ അയക്കുന്നേ. നിങ്ങൾ ആ പശ്ചാത്തലം മനസ്സിലാക്കണം. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആ പശ്ചാത്തലം ഉണ്ടോ? ജനം മുഴുവൻ അധപ്പതിപ്പിച്ച് കിടക്കുക. ദേശത്തിനകത്ത് ദാരിദ്ര്യം, ആത്മീയ ദാരിദ്ര്യം നന്നായി വിളയാടുകയാണ്. ആത്മീയ നേതൃത്വങ്ങളെല്ലാം ദൈവത്തെ വിട്ട് മറ്റുള്ളതിലേക്ക് അവരുടെ ഹൃദയം തിരിഞ്ഞിരിക്കുക. ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ ദേശമായിരിക്കുന്ന സമയത്ത് അതിന് നടുവിലേക്ക് യിരെമ്യാവിനെ ദൈവം അയക്കുകയാണ്. ഇനി കേട്ടോണം, യിരെമ്യാവിനോട് ദൈവം പറഞ്ഞ വാക്ക്, നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന്
യഹോവയുടെ അരുളപ്പാട്. ഇതെല്ലാം ദൈവം പറഞ്ഞിട്ടും വീണ്ടും ദൈവം യിരെമ്യാവിനോട് പറയുന്ന വാക്ക്, യഹോവ കൈനീട്ടി എൻ്റെ വായെ തൊട്ടു. ഇത് ഒരു ആലങ്കാരിക പ്രയോഗമല്ല കേട്ടോ, ദക്ഷരികമാണ്. ചില കാര്യങ്ങളൊക്കെ യിരെമ്യാവിനോട് പറഞ്ഞു. ഈ പറഞ്ഞ വാക്കിനകത്ത് യിരെമ്യാവ് പ്രതികരിക്കുന്ന പ്രതികരണം നിങ്ങൾ വായിച്ചു കേട്ടു. പിന്നീട് ദൈവം നേരിട്ട് യിരെമ്യാവിൻ്റെ വായെ തൊടുകയാണ്. എന്നിട്ട് യിരെമ്യാവിനോട് പറഞ്ഞ വാക്ക് ഇങ്ങനെയാ, നോക്കുക, നിർമൂലമാക്കാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും, നിങ്ങൾ കേൾക്കുന്നുണ്ടോ, ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ 18-ാം വാക്യം വായിച്ചാൽ, 1:18 വായിച്ചാൽ, ഞാൻ ഇന്ന് നിന്നെ സർവദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിനും നേരെ ഉറപ്പുള്ളൊരു പട്ടണവും ഇരുമ്പ് തൂണും താമ്രവാതിലുകളും ആക്കിയിരിക്കുന്നു. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കയില്ലതാനും, നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്റെ കൂടെയുണ്ട്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ ആ വല്ലാത്ത പശ്ചാത്തലം കണ്ടിട്ട് വേണം ഈ വാക്യം വായിക്കാൻ. ദൈവം ഈ വല്ലാത്ത പശ്ചാത്തലം, ദേശത്ത് വല്ലാത്ത പാപത്ത് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സമയത്ത് ദൈവം യിരെമ്യാവിനോട് പറയുക, ഞാൻ ഇന്ന് നിന്നെ സർവദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിനും, ഇതെല്ലാം നിനക്കെതിരാ. ഇതാ, ആരും നിനക്ക്, രാജാക്കന്മാർ നിനക്ക് അനുകൂലമല്ല, പുരോഹിതൻ നിനക്ക് അനുകൂലമല്ല, ഇപ്പോഴത്തെ ജനം നിനക്ക് അനുകൂലമാണോ? ആരും നിനക്ക് അനുകൂലമല്ല. പക്ഷെ ദൈവം പറഞ്ഞു, ഇതിനൊക്കെ നടുവിൽ ഞാൻ നിന്നെ ആക്കി വച്ചിരിക്കുക. ദൈവസഭ ഇന്ന് പകൽ തിരിച്ചറിയണം, ലോകം നമുക്ക് അനുകൂലമല്ല. വിശ്വസിക്കുന്ന ദൈവമൊക്കെ ചേർന്ന് ആമേൻ പറ. ദേശത്തിന്റെ നിയമവ്യവസ്ഥിതികൾ നമുക്ക് അനുകൂലമല്ല, ദേശത്തിലെ ഭരണാധികാരികൾ നമുക്ക് അനുകൂലമല്ല, ഇപ്പോഴത്തെ ഈ സിസ്റ്റം നമുക്ക് അനുകൂലമല്ല. പക്ഷെ ദൈവം പറയുന്നു, ഇത്രയും പ്രതികൂലമായ കാലാവസ്ഥയിൽ യിരെമ്യാവേ, ഞാൻ നിന്നെ അപ്പോയിന്റ് ചെയ്തു. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമൊന്ന്. എത്ര യുദ്ധം നിനക്കുണ്ടായാലും, എത്ര വൈരികൾ നിനക്ക് പൊങ്ങി വന്നാലും, നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ് അലറുന്ന സിംഹമെന്ന വണ്ണം അത് ചാടി വന്നാലും, ഞാൻ അതിന്റെ നടുവിൽ നിന്നെ ഒരു താമ്രഭിത്തി. വായ തുറന്ന് ദൈവത്തെ സ്തുതിക്ക്. ദൈവസഭയ്ക്ക് ലോകം അനുകൂലമല്ല, ദൈവസഭയ്ക്ക് ഭരണാധികാരികൾ അനുകൂലമല്ല, ദൈവസഭയ്ക്ക് നേതൃത്വങ്ങൾ അനുകൂലമല്ല. ക്ഷാമവനോട് പറയുന്നു, എത്ര അനുകൂലമല്ലെങ്കിലും നിന്നെ ദൈവമാക്കി വെച്ചിരിക്കുമ്പോ നിന്നെ മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും ദൈവം ഏറ്റെടുത്തിരിക്കുകയാണ്. വിശ്വസിക്കുന്ന കരമടിച്ചു പറ, എന്റെ വീടിനകത്ത് ആരും എനിക്ക് അനുകൂലമല്ല, എന്റെ വീടിനകത്ത് ആരും എനിക്ക് അനുകൂലമല്ല, എല്ലാവരും എനിക്ക് പ്രതികൂലമാണ്. പക്ഷെ അവരുടെ നടുവിൽ നിന്നെ തൊടാൻ പോലും കഴിയാതെ ദൈവം നിന്നെ ഒരു താപനം. വിശ്വസിക്കുന്നവർ മാത്രം ആ കരമടിച്ച് ഹറാ ജലാ ദയാ രഗാ ദയാ ഹറാ കടാ ലബാ രഗാ തലാ റബാ ലഗാ തരാ ജലാ ദയാ ഹദിരി ഗബര ജലഗദ ഗജലാദി റുബല ഗജല ബൗഷ പ്രഭാതി. ഉപവാസ പ്രാർത്ഥനയുടെ 11ാമത്തെ പകൽ, പ്രതികൂലങ്ങളുടെ മധ്യേ, പ്രതിസന്ധിയുടെ മധ്യേ, വെല്ലുവിളികളുടെ നടുവിൽ ദൈവം നിന്നെ ഒരു താമ്രഭിത്തി.
അവർ നിന്നോട് യുദ്ധം ചെയ്യും, അവൻ നിന്നോട് കലശൽ തുടങ്ങും, അവൻ നിനക്കെതിരെ തിരിയും. പക്ഷേ എത്ര കലശൽ തുടങ്ങിയാലും അത് നിന്നോട് അടുത്തു വരികയില്ല. ഞാനൊരു താമ്രഭിത്തി വിശ്വസിക്കുന്ന സഭയാ. കരമൊന്നടിച്ച് ദൈവ സാന്നിധ്യത്തോട് പ്രതികരിക്കുക. Hajala ragataraba shataraba hudiyara jala ragatala 2024 11 മാസങ്ങളായി എത്ര വെല്ലുവിളികൾ നിനക്ക് മുമ്പിൽ പൊങ്ങി വന്നു, എത്ര എതിർപ്പുകൾ നിനക്ക് നേരെ പൊങ്ങി വന്നു, എത്ര ആക്ഷേപങ്ങൾ നിനക്ക് നേരെ പൊങ്ങി വന്നു. പക്ഷെ തകരാതെ നിൽക്കുന്നത് ദൈവം അവരുടെ നടുവിൽ നിന്നെ ഒരു താമ്രഭിത്തിയാക്കി വെച്ച്. ദൈവം നിന്നെ ആ സഭയിൽ ആക്കി വെച്ചത് കൊണ്ടാണ്, ദൈവം ആ സഭയിൽ ആക്കി വെച്ചത് കൊണ്ടാണ്, ദൈവം ആ ശുശ്രൂഷയിൽ നിന്നെ ആക്കി വെച്ചിരിക്കുക. എത്ര പേർക്ക് സന്തോഷത്തോടെ കരമുയർത്തി ഒരു ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? ആ പ്രതിസന്ധികൾ പൊങ്ങി വന്ന പശ്ചാത്തലത്തിനകത്ത്, ആ പ്രതികൂലങ്ങൾ കൂട്ടം കൂടി നിന്നെ ആക്രമിക്കാൻ ശ്രമിച്ച ആ സ്ഥലത്തിനകത്ത് നീ തകരാത്തതിന്റെ കാര്യം എന്തെന്നറിയോ? ദൈവം നിന്നെ അവിടെ ആക്കി വെച്ചിരിക്കുക. ആർക്കും നിന്നെ എടുത്തു കളയാൻ കഴിയാതെ, ആർക്കും നിന്നെ മാറ്റി നിർത്താൻ കഴിയാതെ, എത്ര പുരോഗമനം ശ്രമിച്ചാലും, എത്ര രാജാക്കന്മാർ അരമുറുക്കിയാലും, എത്ര വൈരികൾ നിനക്കെതിരെ വായി പിളർന്നാലും പരിശുദ്ധമ വിടപെടുകയാ. നിന്റെ ശുശ്രൂഷ തീരുന്നത് വരെ ദൈവം നിന്നെ അവിടെ ആക്കി വെച്ചു. 40 വർഷം ശുശ്രൂഷ ചെയ്യണമെന്ന് യിരെമ്യാവേ നിന്നെ കുറിച്ച് എന്റെ പദ്ധതിയാണെങ്കിൽ ആ ശുശ്രൂഷ ഞാൻ നിറപടിയായി നിവർത്തിക്കും. പൗലോസ് പറഞ്ഞില്ലേ, ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം പറഞ്ഞ് വാ തുറന്ന്, ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ പറ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ജയം. അശൂർ നിനക്കെതിരെ കൈ ഉയർത്തിയാലും, രാജാക്കന്മാർ നിനക്കെതിരെ അരമുറുക്കിയാലും, എത്ര ആക്ഷേപങ്ങളോ എത്ര നിന്നയോ നിനക്കെതിരെ എഴുതിയാലോ പറഞ്ഞാലോ, ദൈവം നിന്നെ ആക്കി വെച്ച സ്ഥലത്ത് എത്ര സമയമാണ് ദൈവം നിശ്ചയിക്കുന്നത്, അത്രയും സമയം വരെ നീ ജയത്തോടെ ശുശ്രൂഷ ചെയ്യും. സന്തോഷമുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ പറയണം. ഹല്ലേലൂയ. യിരെമ്യാവിന്റെ ജീവിതത്തിനകത്ത് ഒത്തിരി പ്രതിസന്ധികൾ നേരിട്ടു. ആ പ്രതിസന്ധികൾക്കകത്തല്ല ദൈവം വീണ്ടും ഇടപെടുന്നുണ്ട്. യിരെമ്യാവിന്റെ മുഖത്തേക്ക് നോക്കി ദൈവം വീണ്ടും പറഞ്ഞു, ഞാനൊരു മഹാവീരനെ പോലെ നിന്നോട് കൂടെയുണ്ട്. ഒരു നല്ല സർവ സൈന്യാധിപനായി ഞാൻ നിന്റെ കൂടെയുണ്ട്. യിരെമ്യാവേ, ഭ്രമിക്കണ്ട, ഭയപ്പെടേണ്ട. അടികൊള്ളുമായിരിക്കാം, തുപ്പലേൽക്കുമായിരിക്കാം, പക്ഷെ ഭയപ്പെടേണ്ട. ഒരു മഹാവീരനെ പോലെ. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്ന് കരമൊന്നുയർത്തി യേശുവിന് അധികാരമുള്ള നാമത്തിൽ. എത്ര പേർക്ക് ആ പദം ഒന്ന് പറയാൻ പറ്റുന്നുണ്ട്? ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുക. ആ വീടിനകത്ത്, ആ സ്ഥാപനത്തിനകത്ത്, ആ ശുശ്രൂഷക്കകത്ത് ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുകയാ. ദൈവം ആക്കി വെച്ച ആ അപ്പോയിന്റ്മെന്റിൽ നിന്ന് എന്നെ എടുത്തു മാറ്റാൻ ആരെ കൊണ്ടും കഴിയില്ല. ധൈര്യപ്പെട്ടോണം. ഈ ദൂതിന് ദൈവദാസന്മാർ ധൈര്യപ്പെട്ടോണം. നിന്നെ ആക്കി വച്ച സ്ഥലത്ത് നിന്ന് നിന്നെ അടർത്തി മാറ്റാൻ ഒരു പൈശാചിക മണ്ഡലങ്ങൾ കഴിയില്ല, ഒരു അധികാര ശക്തികൾക്ക് കഴിയില്ല. ദൈവം നിന്നെ ആക്കി വെച്ചതാണോ? ദൈവം തീരുമാനിക്കും കാര്യങ്ങൾ. ദൈവം തീരുമാനിക്കും കാര്യങ്ങൾ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഇനി നാം വായിച്ച വാക്യങ്ങളിലേക്ക് വേഗത്തിൽ മടങ്ങി വന്ന് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം എല്ലാവരും കേട്ടോണം. 32-ാം അധ്യായത്തിനകത്ത് അതിന് 1-ാം വാക്യം വായിക്കുന്ന യഹൂദ രാജാവായ സിദക്കിയാവിന്റെ 10-ാം ആണ്ടിൽ നെബൂഖദ്നേസറിന്റെ 18-ാം ആണ്ടിൽ തന്നെ യഹോവയിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട്. ഇനി നിങ്ങളെല്ലാം വാക്യം ശ്രദ്ധിച്ച് 2-ാം വാക്യം ഒന്ന് വായിച്ചേ. അന്ന് ബാബേൽ രാജാവിന്റെ സൈന്യം, യിരെമ്യാവിന് അരുളപ്പാടുണ്ടായ ആ സമയത്ത്, അന്ന് ബാബേൽ രാജാവിന്റെ സൈന്യം യെരൂശലേമിനെ നിരോധിച്ചിരുന്നു. അടുത്ത വാക്യം. യിരെമ്യാ പ്രവാചകനോ യഹൂദ രാജാവിന്റെ അരമനയുടെ കാവൽപുര മുറ്റത്ത് അടയ്ക്കപ്പെട്ടിരുന്നു. ഞാൻ ഈ നഗരത്തെ മതി. ഇപ്പോൾ സാഹചര്യം എന്താണ്? ഇപ്പോഴത്തെ സന്ദർഭം എന്താണ്?
യിരെമ്യാ പ്രവാചകനെ കാവൽപുരമുറ്റത്ത് അടച്ചിരിക്കുക. ഇനി അടുത്തത്, ബാബേൽ സൈന്യം യെരൂശലേമിനെ നിരോധിച്ചിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? യെരൂശലേമിനെ യഹൂദയെ പിടിക്കാൻ വേണ്ടി അവരങ്ങനെ കച്ചമുറുക്കി വളരെ ശക്തിയോടെ നിൽക്കുക. ഇപ്പോൾ കേട്ടോണം, ഒന്ന്, യെരൂശലേമിനെ ബാബേൽ നിരോധിച്ച കാലഘട്ടം. രണ്ട്, യിരെമ്യാവ് ഇപ്പോൾ കിടക്കുന്ന അവസ്ഥ എവിടെയാ? കാവൽപുരമുറ്റത്ത് അടക്കപ്പെട്ട് കിടക്കുക. നീ അങ്ങനെ ഞാൻ പറയുന്നു, കാവൽപുരമുറ്റത്ത് അടക്കപ്പെട്ടപ്പോഴും യെരൂശലേമിനെ ബാബേൽ നിരോധിച്ചപ്പോഴും, മൂളിത്തെ വാക്യം എന്താ വായിക്കുന്നേ? യിരെമ്യാവിന് യഹോവയിൽ നിന്നുള്ള എന്ന് പറയാൻ എന്താ അർത്ഥം? എന്ന് പറയാൻ അർത്ഥം എന്താണ്? എത്ര അടക്കപ്പെട്ടാലും, എത്ര യെരൂശലേമിനെ നിരോധിച്ചാലും അരുളപ്പാടുകൾക്ക് തടസ്സമില്ലെന്ന്. മനസ്സിലാകുന്നെങ്കിൽ ആമേൻ. എത്ര അടക്കപ്പെട്ടാലും, എത്ര യെരൂശലേമിനെ ബാബേൽ നിരോധിച്ചാലും, തന്റെ ദാസന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന അരുളപ്പാടുകൾക്ക് അതൊരു തടസ്സമേ അല്ലെന്നാണ് വചനം. എത്ര പേർക്ക് ആ ദൂതന് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? ഞാനിന്ന് പകൽ ധൈര്യസമേതം ആത്മനിറവിൽ പറയുന്നു, എത്ര പൈശാചിക മേഖലകൾ നിരോധിച്ചാലും, എത്ര മാനുഷിക ശക്തികൾ കൈകാലുകൾ കെട്ടിയാലും, നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരേണ്ട അരുളപ്പാടുകൾ നിന്റെ അടുക്കിലേക്ക് കൃത്യതയോടെ ദൈവം ഇറക്കി നൽകും. ഉപവാസ പ്രാർത്ഥനയുടെ 11-ാം ദിവസം പകൽ ആത്മാവ് ഇടപെടുകയാണ്. എത്ര പ്രതിസന്ധിക്കകത്ത് നീ കിടന്നാലും, നിന്റെ ശരീരം മുഴുവൻ കെട്ടിയിട്ടാലും, നിനക്ക് വേണ്ടുന്ന ദൂത് നിന്റെ ദൈവം നീ ഇരിക്കുന്ന ഇടത്ത് നിനക്ക് വേണ്ടി ഇറക്കി തരും. സിദക്കിയാവ് വിചാരിച്ചത് കാലും കൈയും കെട്ടിയാൽ അരുളപ്പാടിനെ തടയാമെന്ന. ഇല്ല ഇല്ല ഇല്ല, കാലും കൈയും കെട്ടിയാലൊന്നും അരുളപ്പാടിനെ തടയാൻ പറ്റില്ല. ബാബേൽ വിചാരിച്ചത് ഈ സൈന്യം മുഴുവൻ ഈ ദേശത്തെ നിരോധിച്ചാൽ അരുളപ്പാടുകൾ തടയാമെന്ന. ഇല്ല ഇല്ല, പറ്റില്ല. എത്ര നിരോധന ആജ്ഞ പുറപ്പെടുവിച്ചാലും, എത്ര കൈകാലുകൾ സിദക്കിയാവെ നീ ആമത്തിലിട്ട് പൂട്ടിയാലും, എന്റെ ദാസനോടുള്ള ദൈവത്തിന്റെ ആലോചന, ആ ദാസൻ കിടക്കുന്ന ഇടത്തേക്ക് എനിക്ക് ഇറക്കിത്തരാൻ കഴിയുമേ, എനിക്ക് ഇറക്കിത്തരാൻ കഴിയും. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? പത്തനാരാമിൽ നിന്ന് യാക്കോബ് പുറപ്പെടുക, പത്തനാരാമിലേക്ക് പുറപ്പെടുകയാണ്. പത്തനാരാമിലേക്ക് പുറപ്പെടുമ്പോൾ തൻ്റെ ഹൃദയത്തിനകത്ത് ഭയങ്കര ഒരു പേടിയുണ്ട്. കാരണം റിബേക്ക പറഞ്ഞു, നിന്റെ ചേട്ടൻ നിന്നെ കൊല്ലാൻ കാര്യം തീരുമാനിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് പൊയ്ക്കോ. പത്തനാരാമിലേക്ക് പോകുന്ന സമയത്ത് വേദവസം പറയുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. ഇതുവരെയും കൂടാരത്തിനകത്ത് ഉറങ്ങിയ യാക്കോബ്, എല്ലാ തരത്തിലും ശ്രേഷ്ഠമായ സുഖസൗകര്യത്തിൽ വളർന്ന ആ തലമുറ, സൂര്യൻ അസ്തമിക്കുന്ന ഇടത്ത് താൻ വിശ്രമിച്ച് തന്നൊരു കല്ല് തലയിണയായി വെച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകുകയാണ്. ആ ദർശനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഭൂമിയിൽ നിന്നും സ്വർഗത്തോളം എത്തുന്നൊരു ഗോവണി. ആ ഗോവണിയിൽ നിന്ന് ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുക. അതിന് മീതെ യഹോവ നിന്ന് യാക്കോബിന്റെ മുഖത്തേക്ക് നോക്കി അരുളി ചെയ്യുക, ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെ ദൈവമാണ്. പിന്നീട് ആ വാക്യങ്ങൾ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ ഒടുവിൽ പറയുന്ന വാക്യം ഇങ്ങനെയാ, ഞാൻ നിന്നോട് പറഞ്ഞത് ഞാൻ നിന്നെ കൈവിടാതെ നിവർത്തിക്കും. മനസ്സിലാകുന്നുണ്ട്? പെട്ടെന്ന് ഉറക്കം ഉണർന്ന് ചാടി എഴുന്നേറ്റ യാക്കോബ് പറയുന്ന വാക്ക്, യഹോവ ഇവിടെയുണ്ട് സത്യം, ഞാനോ അതറിഞ്ഞില്ല. പെട്ടെന്ന് ആ കല്ല്, തലയിണയായി വെച്ച കല്ല്, അതിനകത്ത് എണ്ണ പൂശിയിട്ട് താൻ എടുക്കുന്നൊരു തീരുമാനം, ദൈവം എന്നെ സമ്പത്തോടെ
അനുഗ്രഹത്തോടെ മടക്കി വയ്ക്കുന്നെങ്കിൽ ഇവിടെ ഒരു ദൈവത്തിൻ്റെ ആലയമാകും. പിന്നീട് ആ സ്ഥലത്തിൻ്റെ പേര്, ലൂസ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര് ബഥേൽ എന്ന് ആയി മാറുകയാണ്. ഞാനിങ്ങനെ പറയാറുണ്ട്, യാക്കോബ് ഇപ്പോൾ പേടിച്ചാണ് കിടന്നുറങ്ങുന്നത്. തൻ്റെ ഹൃദയത്തിനകത്ത് മുഴുവൻ ഒരു പേടി സ്വപ്നമായി തൻ്റെ ചേട്ടൻ മാറുകയാണ്. കാരണം വാള് പിടിച്ചു വരുന്ന സ്വപ്നം കാണുന്നേ. കണ്ണടയ്ക്കുമ്പോഴേ വാള് പിടിക്കുന്നൊരു സ്വപ്നം. വാള് പിടിച്ച് തൻ്റെ മേൽ അലറി അടുക്കുന്ന ചേട്ടൻ്റെ മുഖമാണ് തൻ്റെ ഹൃദയത്തിൽ. പക്ഷേ ആ രാത്രിയിൽ താൻ കിടന്നുറങ്ങുമ്പോൾ പേടിച്ച്, എല്ലാ തരത്തിലും പേടിച്ച് താൻ കിടന്നുറങ്ങുകയാണ്. 2, താൻ എത്തിയ സ്ഥലത്ത് സൂര്യൻ, ഈ 2 മേഖലയും തനിക്ക് പ്രതികൂലമാണ്. പക്ഷേ ആ സ്ഥലത്ത് കിടന്നുറങ്ങുമ്പോൾ അവിടെ താൻ ഒരു ദർശനം കാണുന്നു. ആ ദർശനത്തിൽ ദൈവം അവനോട് സംസാരിച്ചു എന്ന് വചനമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുക, എത്ര ഒറ്റപ്പെടലുണ്ടായാലും, ആരൊക്കെ നമുക്കെതിരായാലും, ഇപ്പോൾ പോകുന്ന സ്ഥലത്ത്, ഇപ്പോൾ എത്തിയ സ്ഥലത്ത് ഇരുട്ട് വ്യാപരിച്ചാലും നിന്നോടുള്ള അരുളപ്പാടിന് തടസ്സമില്ല. നിന്നോടുള്ള ദൈവശബ്ദത്തിന് തടസ്സമില്ല. ഹൃദയത്തിൽ പേടിയാണെങ്കിലും ചുറ്റും ഇരുട്ടാണെങ്കിലും നിന്നോട് ഇടപെടേണ്ട ദൈവം, നിന്നോട് സംസാരിക്കേണ്ട ദൈവം അവിടെ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഞാൻ പറയുന്ന ദൂത് എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? ഹൃദയത്തിൽ പേടിയാണെങ്കിലും, ഇപ്പോൾ നിൽക്കുന്ന അന്തരീക്ഷം ഇരുട്ടാണെങ്കിലും നിനക്ക് വേണ്ടിയുള്ള അരുളപ്പാടുകൾ അവിടേക്ക് ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമെന്ന് ഉയർത്തി ഒരു ആമേൻ പറയാം. സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ 14 ദിവസമായി. രക്ഷപ്പെടുന്ന ആശയൊക്കെ നശിച്ചുപോയി. ആശ അറ്റുപോയി. കപ്പലിലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് കടലിലേക്ക് ഇട്ടു. ഇനി രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല. 275 പേരും രക്ഷപ്പെടാനൊരു സാധ്യതയില്ലെന്ന് പറഞ്ഞ് അയ്യം വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൗലൂസ് പറയുന്നൊരു വാക്ക്, കഴിഞ്ഞ രാത്രിയിൽ കർത്താവിൻ്റെ ദൂതൻ എൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു. എന്നോട് പറഞ്ഞു, പൗലൂസേ, ഈ കപ്പലിലുള്ള മുഴുവൻ പേരെ ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുക. കപ്പൽ തകരും, പക്ഷെ ഒരു പ്രാണനും നശിക്കപ്പെടില്ല. പിന്നീട് പൗലൂസ് എടുത്തു പറയുന്നൊരു വാക്യം ഇങ്ങനെയാണ്, ദൈവം എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കും. സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ 14 ദിവസങ്ങൾ. കേൾക്കുന്നുണ്ടോ? ചന്ദ്രൻ എവിടെയാ, സൂര്യൻ എവിടെയാ? ഇരുട്ട്, മുഴുവൻ ഇരുട്ടാൻ. സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ 14 ദിവസം രക്ഷപ്പെടുമെന്ന ആശ മുഴുവൻ നശിച്ചുപോയ ആ കടലിന്റെ നടുവിൽ ആർക്കും ഇറങ്ങി വരാൻ കഴിയാത്ത ഇടത്തേക്ക് ഒരു ദൈവശബ്ദമായ ഒരു ദൂതനെ ദൈവം അയച്ചെങ്കിൽ 14 ദിവസമായി എല്ലാം അസാധ്യതയാണ്. സൂര്യനെയോ ചന്ദ്രനെയോ കാണാൻ കഴിയില്ല. രക്ഷപ്പെടുമ്പോൾ ആശ നശിച്ചു. അവിടേക്കും നിനക്ക് വേണ്ടി അരുളപ്പാടുകൾ ഇറങ്ങി വരികയാണ്. വിശ്വസിക്കുന്ന ദൈവസഭ ഒരു ആമേൻ പറഞ്ഞാട്ടെ. എത്ര തടസ്സങ്ങൾ നിന്റെ മുമ്പിലുണ്ടെങ്കിലും, എത്ര പോരാട്ടങ്ങൾ നിന്റെ മുമ്പിലുണ്ടെങ്കിലും, ആർക്കും കടന്നു വരാൻ കഴിയാത്ത ഇടമാണെങ്കിലും നിനക്ക് വേണ്ടിയുള്ള അരുളപ്പാടുകൾ നിന്റെ അടുക്കലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നൊരു ദൈവമുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ പത്മോസിനെ കുറിച്ച് നാം പ്രസംഗിക്കുന്ന പ്രസംഗ ഭാഷയിൽ നാം കേട്ടിട്ടുള്ളതല്ലേ, നാം വായിച്ചു മനസ്സിലാക്കിയിട്ടുള്ളതല്ലേ. താനെന്ന് കണ്ണടച്ച തന്നെ കൊത്തിപ്പറിക്കുവാൻ കഴുകൻ കൂട്ടങ്ങൾ വട്ടം കൂടുന്ന പത്മോസ്, തനിക്ക് മുമ്പായി നാടുകടത്തപ്പെട്ടവരുടെ അസ്ഥിക്കുമ്പാരങ്ങൾ തലയൊട്ടികൾ ചിതറിക്കിടക്കുന്ന പത്മോസ്, ഈജിയൻ കടൽ തിരമാലകൾ പാറക്കെട്ടിൽ വന്ന് അടിച്ചു പൊങ്ങുന്ന ഹുങ്കാര ശബ്ദമുള്ള പത്മോസ്. ആ പത്മോസിൻ്റെ വല്ലാത്ത സാഹചര്യത്തിനകത്ത് കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശനാകുന്ന സമയത്ത്, ഇനി വേദപുസ്തകം നിങ്ങൾ വായിക്കുന്ന വ്യക്തിയാണെങ്കിൽ താഴോട്ട് വായിച്ചവരും ഇങ്ങനെ വായിക്കാൻ കഴിയുന്നത്, തന്നോട് സംസാരിച്ച പറാവാക്ക് നാദമെന്തെന്ന് എന്ന് പറയുന്നത് എന്താർത്ഥം? എത്ര പത്മോസ് ആണെങ്കിലും അരുളപ്പാടുകൾക്ക് തടസ്സമില്ല. മനസ്സിലാകുന്നെങ്കിൽ ഒരു ആമേൻ പറ. എത്ര ഭീതി ജനിപ്പിക്കുന്ന അന്തരീക്ഷങ്ങളാണെങ്കിലും നിനക്ക് വേണ്ടി വരേണ്ട അരുളപ്പാടുകൾ അതൊരു തടസ്സമായി ബാധിക്കത്തില്ല. എവിടെ എത്ര വെല്ലുവിളികൾ, എത്ര വൈകാരികമായ അനുഭവങ്ങൾ നിനക്ക് ചുറ്റും ശക്തിയോടെ നിന്നാലും ആത്മാവ് ഇടപെടുകയാണ്. എത്ര തടസ്സങ്ങൾ ശക്തിയോടെ. ഞാനിത് പറയുന്ന ദൂത് എത്ര പേർക്ക്
സ്വീകരിക്കാ ദൂത്. ഞാനിപ്പോൾ കിടക്കുന്ന ഇടം വല്ലാത്ത ഇടമാണെങ്കിലും, ഒരു സാധ്യതയുമില്ലാത്ത ഇടമാണെങ്കിലും, അവിടേക്കും അരുളപ്പാടുകൾ ഇറങ്ങി വരികയാണ്. നീ ദൈവത്തിന്റെ മനുഷ്യനാണെങ്കിൽ, നീ ദൈവത്തിന്റെ ദാസനാണെങ്കിൽ, ദൈവത്തെ അന്വേഷിക്കുന്നവനാണെങ്കിൽ, ദൈവമുഖത്തേക്ക് നോക്കുന്നവനാണെങ്കിൽ, നിനക്ക് വേണ്ടുന്ന അരുളപ്പാടുകൾ നിന്റെ അടുക്കലേക്ക് അവൻ എത്തിച്ചു തരും. ഓ കമോൺ വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഞാൻ വെറുതെ പറയുകയല്ല. ഉപവാസ പ്രാർത്ഥനയുടെ 11-ാം ദിവസം ഏതൊക്കെ പ്രതിസന്ധിയാണോ നിങ്ങളായിരിക്കുന്നത്, ഏതൊക്കെ വെല്ലുവിളികൾ മുമ്പിലാണോ നിങ്ങളായിരിക്കുന്നത്, നിനക്കുള്ള അരുളപ്പാടുകൾ നിന്റെ അടുക്കലേക്ക് മകൾ ഇറങ്ങി വരികയാണ്. നിനക്കുള്ള ദൈവശബ്ദങ്ങൾ നിന്റെ അടുക്കലേക്ക്. ഓ കമോൺ വിശ്വസിക്കുന്നവർ, അത് സൗഖ്യമായി, അത് വിടുതലായി, അത് ആത്മീയ അനുഭവമായി, അത് ആത്മീയ സൗന്ദര്യമായി നിന്റെ മേൽ വെളിപ്പെടാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് എത്ര അടയ്ക്കപ്പെട്ടാലും, എത്ര ശത്രു നിരോധിച്ചാലും, നിനക്കുള്ള അരുളപ്പാടുകൾ നിന്റെ അടുക്കിലേക്ക് വന്നുകൊണ്ടിരിക്കും. യിരെമ്യാവിന്റെ പുസ്തകത്തിനകത്ത് നിന്ന് നമുക്കതാണ് വായിച്ചു മനസ്സിലാക്കാൻ 1-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നത്. എത്ര അടയ്ക്കപ്പെട്ടാലും, എത്ര ശത്രു നിരോധിച്ചാലും, യഹോവയിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ ഹല്ലേലൂയ. സന്തോഷം ഉണ്ടെങ്കിൽ രാമേൻ പറഞ്ഞോട്ടെ. ഇനി ആ അരുളപ്പാട് എന്താ, അത് പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. അരുളപ്പാട് യിരെമ്യാവിനോട് ദൈവം പറഞ്ഞു, യിരെമ്യാവേ, നീ നിന്റെ ഇളയപ്പനായ ശല്ലൂമിൻ്റെ മകനായ ഹനാമയേൽ നിന്റെ അടുക്കൽ വരും. നിന്റെ അടുക്കൽ വന്ന് പറയും, അനാഥോത്തിൽ നിനക്കൊരു സ്ഥലമുണ്ട്, ഒരു അവകാശമുണ്ട്, അത് നീ മേടിക്കണം. ഈ സന്ദേശം ഇങ്ങനെ യിരെമ്യാവ് കേട്ട് ഈ സന്ദേശത്തിൻ്റെ ഉറപ്പ് നൽകുന്ന വിധത്തിൽ ഹനാമയേൽ തന്നെ അല്ലെങ്കിൽ യിരെമ്യാവിനെ കൂടിക്കാണുകയാണ്. യിരെമ്യാവിനെ കൂടിക്കാണുമ്പോൾ യിരെമ്യാവിന് മനസ്സിലായി, ഇത് കറക്റ്റ് ദൈവത്തിൻ്റെ ശബ്ദമാണ്, ഇത് ദൈവത്തിൻ്റെ ശബ്ദം തന്നെയാണ്. ഹനാമയേൽ പറഞ്ഞു, നിനക്ക് അനാഥോത്തിലൊരു അവകാശമുണ്ട്, അത് നീ മേടിച്ചു കൊള്ളണം. ഇത് ദൈവത്തിൻ്റെ ശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞ യിരെമ്യാവ് ധൈര്യത്തോടു കൂടെ ആ കാര്യത്തിന് സ്റ്റെപ്പ് വെച്ചിട്ട് 20 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്ത് 20 വെള്ളിക്കാശ് 17 ശേക്കൽ വെള്ളി തൂക്കിക്കൊടുത്ത് ആ നിലം അങ്ങ് മേടിച്ചു. എന്നിട്ട് 2 ആധാരങ്ങൾ, തുറന്നിരിക്കുന്ന അടച്ചിരിക്കുന്ന 2 ആധാരങ്ങൾ ബാരൂക്കിനെ കൊണ്ട് എഴുതിപ്പിച്ച് ഒപ്പിടിപ്പിച്ച് ഒരു മൺകുടത്തിനകത്ത് കയറ്റി അത് കുഴിച്ചിടുക. അല്ലേ? അങ്ങനെയാണ് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. ഇനി നിങ്ങൾ എല്ലാവരും കേൾക്കണം. ഈ അനാഥോത്ത് എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? യഹൂദയിലാണ്. അല്ലേ? ഞാൻ പറയുന്നത് മനസ്സിലായി. ഇസ്രായേൽ തന്നെയാണ് അനാഥോത്ത്. ഈ യഹൂദ ഗ്രഹത്തെ ആരാ പിടിക്കാൻ വരുന്നത്? അപ്പൊ ബാബേൽ രാജാവ് അപഹരിക്കാൻ വരുന്ന ഈ സ്ഥലത്ത് യിരെമ്യാവോട് പറഞ്ഞു, യിരെമ്യാവേ, നീ ഒരു സ്ഥലം മേടിച്ചിടണം. ഞാൻ പറയുന്ന ദൂതിലേക്ക് എല്ലാവരും ഇന്ന് പകൽ മനസ്സിലാക്കണം കേട്ടോ. ഇപ്പൊ ശത്രു അപഹരിക്കാൻ അധികം താമസിയാതെ ഇത് ശത്രു എടുക്കും. പക്ഷെ യിരെമ്യാവിനോട് ദൈവം പറഞ്ഞു, യിരെമ്യാവേ, ശത്രു എടുക്കും മുമ്പേ നീ ഒരു സ്ഥലം. യിരെമ്യാവ് ദൈവം പറഞ്ഞ വാക്കങ്ങ് അനുസരിച്ചു. ദൈവം പറഞ്ഞ വാക്കനുസരിച്ച് 17 ശേക്കൽ വെള്ളി തൂക്കിക്കൊടുത്ത് ആ നിലം അങ്ങ് മേടിച്ചു. അപ്പൊ ദൈവം പറഞ്ഞ വാക്കനുസരിച്ച് കാര്യം ചെയ്ത് യിരെമ്യാവ് ബുദ്ധിയും നോക്കിയാ ചെയ്തത് ശുദ്ധ ഭോഷത്വ. അല്ലേ? എന്താ പറഞ്ഞേ? ശുദ്ധ ഭോഷത്വം എന്ന് പറയാൻ കാര്യം ഇത് ബാബേൽ പിടിക്കാൻ വരുക. ബാബേൽ പിടിക്കാൻ വരുമ്പോൾ എന്തിനാ ഇവിടെ ഒരു അവകാശം? മനസ്സിലാവുന്നുണ്ടോ? ഗവൺമെന്റ് ഏറ്റെടുക്കാൻ പോകുന്ന ഭൂമിക്കകത്ത് നമ്മൾ വല്ല അവകാശം പറ്റിയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ബാബേൽ പിടിക്കാൻ വരുന്ന ദേശത്തിനകത്ത് എന്തിനാണ് ഒരു അവകാശം? ദൈവം പറഞ്ഞു, അതുപോലെ തന്നെ ഒന്നും സംശയിക്കാതെ, ഒന്നും ചിന്തിക്കാതെ തന്നെ പണം കൊടുത്ത സ്ഥലം മേടിച്ചു. ഇനി പണം കൊടുത്ത് സ്ഥലം മേടിച്ചിട്ട് യിരെമ്യാവ് കഴിക്കുന്ന പ്രാർത്ഥനയാണ് നാം വായിച്ച വാക്യം. പണം കൊടുത്ത സ്ഥലം മേടിച്ചിട്ട് 16-17 വാക്യത്തിൽ പോയി. അങ്ങനെ ആധാരം നേരിയാവിൻ്റെ മകനായ ബാരൂക്കിൻ്റെ പക്കലേൽപ്പിച്ച ശേഷം ഞാൻ യഹോവയോട് പ്രാർത്ഥിച്ചത്
എന്തെന്ന്. അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി. നിനക്ക് അസാധ്യമായത് മനസ്സിലാകുന്നുണ്ടോ? കർത്താവ്, എൻ്റെ കയ്യിലുള്ള പണം കൊടുത്ത് ശത്രു അപഹരിക്കാൻ പോകുന്ന ഈ നന്മ, ഈ സ്ഥലം ഞാനിപ്പോൾ മേടിച്ചു. ദൈവം പറഞ്ഞ് ഞാൻ അനുസരിച്ചിട്ട് മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമേ, നീ നീട്ടിയ ഭുജം കൊണ്ടും മഹാശക്തി കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി. നിനക്കസാധ്യമായത്. നീ ആലോചനയിൽ ഭയങ്കരനാണ്, പ്രവൃത്തി ശക്തിമാനാണ്. തൻ്റെ ജനത്തെ നീ നടത്തിയ ദൈവമാണ്. മരുഭൂമിയിൽ കൂടെ അവർക്ക് ആവശ്യമുള്ളതെല്ലാം സമയത്ത് കൊടുത്ത ദൈവം. നീ അവരെ നന്നായി പോറ്റി പുലർത്തിയ ദൈവമാണ് എന്നൊക്കെ പറഞ്ഞ് ദൈവസനിൽ പ്രാർത്ഥിച്ച് 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 മുൻപോട്ട് പോകുന്ന ഇരമ്യാവ് തൻ്റെ ഈ 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ദൈവത്തോട് ചോദ്യം ചോദിക്കുക. യഹോവയായ കർത്താവേ, നഗരം കൽദയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കെ നിലം വിലക്കു മേടിച്ച് അതിന് സാക്ഷികളെ വെക്കാൻ നീ എന്നോട് കൽപ്പിച്ചുവല്ലോ. ഈ ശബ്ദം ദൈവത്തിന്റെ ചെവിയിലെത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എന്തിനാണ് ശത്രു അപഹരിക്കുന്ന സ്ഥലം എനിക്ക് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങി. നീ മഹാശക്തിയുള്ള ദൈവമാണ്, നീ ബലമുള്ള ദൈവമാണ്, നീ ആലോചനയിൽ ഭയങ്കരനായ ദൈവമാണ്, പ്രവൃത്തി ശക്തിമായ ദൈവമാണ് എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന രമ്യാവിൻ്റെ മുഖത്തേക്ക് നോക്കി 26-27 വാക്യത്തിൽ ദൈവം മറുപടി കൊടുക്കുക. മറുപടി പറഞ്ഞിട്ടാണ് ഈ ഉപവാസം നീ ഇരുന്നെങ്കിൽ, ഞാൻ പറഞ്ഞിട്ടാണ് ഈ കാര്യാധികം നീ ചെയ്തെങ്കിൽ, ഇതിന്റെ പിന്നിൽ എനിക്കാണ് ഉത്തരവാദിത്വം. ഞാൻ സകല ജനത്തിന്റെ കമോൺ വിശ്വസിക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ 11-ാം പകൽ ചിലരുടെ മുഖത്തേക്ക് നോക്കി ദൈവാത്മാവ് ഇടപെടുകയാണ്. ഞാൻ പറഞ്ഞിട്ടാണ് അതിലേക്ക് ഇറങ്ങി തിരിച്ചെങ്കിൽ, ഞാൻ പറഞ്ഞിട്ടാണ് ആ കാര്യം ചെയ്തതെങ്കിൽ, ഞാൻ പറഞ്ഞിട്ടാണ് ആ ഭാവിയിലേക്ക് നീ പ്രവേശിച്ചെങ്കിൽ, ഞാൻ നിന്നോട് പറയുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യം എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇരമ്യാവേ, എനിക്ക് കഴിയാത്ത വല്ല ഇന്ന് പകൽ ഈ യോഗത്തിനകത്തിരിക്കുമ്പോൾ ദൈവം കേൾപ്പിച്ച ആലോചനകൾക്ക്, ദൈവം കേൾപ്പിച്ച ദൈവശബ്ദങ്ങൾക്ക്, ദൈവം കേൾപ്പിച്ച ദൈവത്തിന്റെ അരുളപ്പാടിന് സ്റ്റെപ്പ് വെച്ച് മുൻപോട്ട് പോകുന്ന സമയത്ത് ഓരോ ചോദ്യങ്ങൾ നിങ്ങളുടെ മുഖത്ത് നിന്ന് നിങ്ങളുടെ വായിലൂടെ പുറത്തു വരുന്നെങ്കിൽ, ഇന്ന് പകൽ ആ ചോദ്യങ്ങൾ നടുവിൽ ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു. ആ ചോദ്യങ്ങളെല്ലാം ഒരു കൂട്ടം ചോദ്യങ്ങളെ മുമ്പിൽ കൊണ്ടുവന്ന് ദൈവം നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുക, എനിക്ക് കഴിയാത്ത വല്ല. ഞാൻ ആ സ്ഥലം മേടിക്കാൻ പറഞ്ഞെങ്കിൽ, ഞാൻ ആ അവകാശം മേടിക്കാൻ പറഞ്ഞെങ്കിൽ, കർത്താവ് പറയുന്നു, ഇനിയും ഈ ദേശത്ത് മുന്തിരിത്തോട്ടങ്ങൾ നട്ടുണ്ടാക്കും, ഇനിയും ഈ ദേശത്ത് ക്രയവിക്രയങ്ങൾ. വിശ്വസിക്കുന്നെങ്കിൽ രാമൻ. എനിക്ക് അസാധ്യമായതൊന്നുമില്ല, എനിക്ക് അസാധ്യമായതൊന്നുമില്ല. നിങ്ങൾക്ക് അസാധ്യമായിരിക്കാം, പക്ഷെ എനിക്ക് അസാധ്യം. വായികൾ തുറന്ന് കരമടിച്ച് പ്രതികരിക്ക്. നിന്റെ തലമുറയുടെ വിഷയത്തിനകത്ത്, നിന്റെ ഭാവിയുടെ വിഷയത്തിനകത്ത്, നിന്റെ കുടുംബ ജീവിതത്തിന്റെ വിഷയത്തിനകത്ത് കർത്താവ് പറയുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യം. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടെന്ന് കർത്താവ് ചോദിക്കുന്നു. യഹോവയാൽ കഴിയാത്ത വല്ല
കഴിയാത്ത വല്ല കാര്യമുണ്ടോ? കർത്താവിനെ പൊട്ടിയാണ് ഇറങ്ങിയെങ്കിൽ, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാണ് മുമ്പോട്ട് സ്റ്റെപ്പ് വെച്ചത്. എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടെന്ന് ദൈവം മകൻ ചോദിക്കുക. എല്ലാ കണ്ണും അടച്ച് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച്, ദൈവസഭ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച്. ഈ യോഗത്തിനകത്ത് പരിശുദ്ധമ ഇടപെടുന്ന ഒരു കൂട്ടം പ്രശ്നങ്ങളുമായി, ഒരു കൂട്ടം വേദനയുമായി, ഒരു കൂട്ടം ദൈവശബ്ദവുമായിട്ടായിരിക്കാം നിങ്ങൾ ഇന്ന് പകൽ യോഗത്തിൽ വന്നിരിക്കുന്നത്. ആ ചോദ്യങ്ങളുടെ നടുവിൽ, ആ പ്രശ്നങ്ങളുടെ നടുവിൽ, ആ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം ചോദിക്കുക, യഹോവയാൽ കഴിയാത്ത വല്ല. ദൂതൻ വീട് വിട്ടിറങ്ങുമ്പോ അബ്രഹാമിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, യഹോവയാൽ കഴിയാത്ത വല്ല. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്ന് രാമേൻ പറ. എല്ലാം അസാധ്യതയായിരിക്കാം സാറയ്ക്ക്, എല്ലാം അസാധ്യതയായിരിക്കാം അബ്രഹാമിന്. പക്ഷെ ദൈവം പറഞ്ഞു, യഹോവയാൽ കഴിയാത്ത വല്ല. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്ന് രാമേ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ദൈവിക വിടുതലുകൾ തിരിച്ചറിഞ്ഞ്, ദൈവിക അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് ഇയ്യോബ് 42-ാം അധ്യായത്തിൽ പറഞ്ഞു, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്നും. എന്നെ കഷ്ടതയിലാക്കിയതും, എൻ്റെ ശരീരത്തെ ഇങ്ങനെ തകർത്തതും, എൻ്റെ കുടുംബത്തിനകത്ത് ഇങ്ങനെ തകർച്ചകൾ വന്നതും ഒക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്നും വാ തുറന്ന് പ്രതികരിക്ക്. ഇന്ന് പകലും ദൈവാത്മാവ് ഇടപെടുകയാണ്. ഈ പകൽ പരിശുദ്ധമ 11-ാം പകൽ നീ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ നടുവിൽ കർത്താവ് നിന്നോട് ഇടപെടുകയാണ്. യഹോവയാൽ കഴിയാത്ത കരമടിച്ച് അല്പസമയം പ്രതികരിക്ക്. ഇന്ന് പകൽ ആ ദൂത് ഇതിനകത്ത് മുഴങ്ങുന്നു. ആ ദൂത് 11-ാം പകൽ ഇതിനകത്ത് മുഴങ്ങുന്നു. നിന്റെ വിഷയങ്ങളുടെ നടുവിൽ കർത്താവ് പറയുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യം. പ്രവാസത്തെ പൊട്ടിക്കാൻ എനിക്ക് കഴിയും, ബാബേലിനെ നിർമൂലമാക്കാൻ എനിക്ക് കഴിയും, അടുത്ത ഭരണ സാമ്രാജ്യത്തെ പുറത്തു കൊണ്ടുവരാൻ എനിക്ക് കഴിയും. രമ്യാവേ, ഞാൻ പറഞ്ഞിട്ട് അത് ചെയ്തെങ്കിൽ എനിക്ക് കഴിയാത്ത വല്ല കാര്യം. വാ തുറന്ന് പ്രതികരിക്ക്, വാ തുറന്ന് പ്രതികരിക്ക്. ശബ്ദമുയർത്തി ഒരു ഭയങ്കര ദൈവിക തേജസ്. ധൈര്യത്തോടെ വാക്കുച്ചരിക്ക്, ധൈര്യത്തോടെ വാക്ക് പറ. കർത്താവേ, അങ്ങക്ക് എല്ലാം സാധ്യമാണ്, അങ്ങക്കൊന്നും അസാധ്യമല്ലല്ലോ, എല്ലാം അങ്ങക്ക് സാധ്യം. ആ സ്ഥലത്തിന്റെ വിഷയത്തിനകത്ത്, ആ തലമുറയുടെ വിഷയത്തിനകത്ത് കർത്താവ് പറഞ്ഞ യഹോവയാൽ കഴിയാത്ത വല്ല കാര്യം. വായികൾ തുറന്ന് ശബ്ദമുയർത്തി ആത്മനിറവിൽ ദൈവമഹത്വം ഇറങ്ങട്ടെ. ചർച്ചിനകത്തേക്ക് 11-ാം ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ വിരച്ചൂണ്ടി ദൈവം പ്രവചിക്കുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഞാൻ സകല ജനത്തിന്റെയും ദൈവമായ യഹോവ. ഒറ്റ വാക്കിൽ ഭൂമിയെ, ഒറ്റ വാക്കിൽ സമുദ്രത്തെ, ഒറ്റ വാക്കിൽ സകല നക്ഷത്രങ്ങളെയും വിളിച്ചു വരുത്താൻ കഴിവുള്ള എനിക്ക് കഴിയാത്ത വല്ല കാര്യം. വായിക തുറന്ന് പ്രാർത്ഥിക്ക്, ശബ്ദമുയർത്തി പ്രാർത്ഥിക്ക്. ഒരു പാട്ടിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാതെ ശബ്ദമുയർ. ഭയങ്കര ദൈവമഹത്വം ഇറങ്ങുന്നു. ദൈവമഹത്വം ആലയത്തിനകത്ത് ഇറങ്ങുന്നു. ആലയത്തിനകത്ത് ഇറങ്ങുന്നു.
നിങ്ങളുടെ ചെവിയിൽ അവിടുത്തെ ശബ്ദം കേൾക്കുന്നു. എനിക്ക് ആ വിഷയത്തെ പരിഹരിക്കാൻ കഴിയും. എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? എല്ലാ കണ്ണും അടച്ച് പ്രാർത്ഥിച്ചേ. ഹൃദയം എല്ലാം അങ്ങ് ഏകാഗ്രമാകട്ടെ. നിങ്ങൾക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? ശാരീരികമായ ക്ഷീണമില്ലാത്തവർക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ശാരീരികമായ പ്രയാസമുള്ളവർ, വാർദ്ധക്യത്തിലായിരിക്കുന്നവർക്ക് ഇരിക്കാൻ കേട്ടോ. എല്ലാവരും എഴുന്നേൽക്കണം നിർബന്ധമില്ല. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. 11 ദിവസം ഉപവസിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുടെ ഉണ്ട്. ഉപവസിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുടെ ഉണ്ട്. നിങ്ങളുടെ സമസ്ത വിഷയത്തെ നോക്കി ദൈവം ഇടപെടുക. എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? എനിക്ക് കഴിയാത്ത, നിങ്ങളെ കൊണ്ടത് കഴിയത്തില്ലായിരിക്കാം, നിങ്ങളുടെ ജോലിയിൽ കൊണ്ടത് കഴിയത്തില്ലായിരിക്കാം, നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത കൊണ്ടത് കഴിയില്ലായിരിക്കാം. പക്ഷെ കർത്താവ് പറയുന്നു, എനിക്ക് കഴിയാത്തവല്ല. വായികൾ തുറന്ന് പ്രാർത്ഥിച്ചു. വായികൾ തുറന്ന് ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ഒരു ദൈവ മഹത്വം ഇറങ്ങട്ടെ ഇന്ന് പകൽ. ദൈവദാസന്മാരെ എന്നോട് കൂടെ ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ തലമുറ വിഷയമായിരിക്കാം ഉപവാസ പ്രാർത്ഥന നിങ്ങൾ വെച്ചിരിക്കുന്നേ. നിങ്ങളുടെ ആത്മീയ വിഷയമായിരിക്കാം ദൈവത്തിൽ വെച്ചിരിക്കുന്നേ. എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? വാ തുറന്ന് പറ. വാക്യൊന്ന് ആവർത്തിച്ച് പറ. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായി യഹോവയാകുന്നു. എനിക്ക് കഴിയാത്ത വല്ല. കരമടിച്ച് അല്പസമയം കൂടി ഒന്ന് ആരാധിക്കാം നമുക്ക്.
എല്ലാ കണ്ണും അടച്ച് കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഒരുമിച്ച് ആ വാക്യം ഒന്ന് പറയണം. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു. നിങ്ങൾ ചോദിക്കുന്ന ഒരു കൂട്ടം ചോദ്യങ്ങളുടെ നടുവിൽ കർത്താവ് ഇന്ന് പകൽ ഉത്തരം പറയുക. സൗഖ്യമാകുന്നല്ല, വിടുവിക്കപ്പെടുമെന്നല്ല, ഞാൻ സകല ജഡത്തിൻ്റെ ദൈവമായ യഹോവയാകുന്നു. എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? എന്നെ കഴിയാത്ത വല്ല ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ വചനം കൊണ്ട് ഞങ്ങളെ തൊട്ടതിന് സ്തോത്രം. ഈ വചനത്തിൻ്റെ വെളിപ്പാടുകൾ വീണ്ടും ഞങ്ങൾക്ക് തുറക്കണമേ. ഈ ദൈവസഭയ്ക്കകത്ത് വീണ്ടും അത് ജനത്തിന് അനുഗ്രഹമായി തുറക്കണമേ. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ധൈര്യത്തിനായി, ബലത്തിനായി സ്തോത്രം. അങ്ങ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ സ്റ്റെപ്പ് വെച്ചത്. അങ്ങ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. അങ്ങ് പറഞ്ഞിട്ടാണ് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഞങ്ങൾ നിൽക്കുന്നത്. അങ്ങ് പറഞ്ഞിട്ടാണ് ഈ ഉപവാസത്തിന് ഞങ്ങൾ ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നത്. അങ്ങ് പറഞ്ഞിട്ട് ഇത് ചെയ്തെങ്കിൽ അങ്ങക്ക് ഇതിനകത്ത് വലിയ പ്രവൃത്തിയുണ്ട്. അങ്ങക്ക് എല്ലാം സാധ്യമാണ്. അങ്ങക്കെല്ലാം സാധ്യമാണ്. ഞാൻ ഈ ജനത്തെ ഈ വചനം കൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവീയ വിടുതൽ പകരും, എല്ലാം നന്മയ്ക്കായി ചേർക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ആമേൻ. നമുക്ക് കേൾപ്പിച്ച വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കാമോ? കഴിഞ്ഞ നിമിഷങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ് പ്രിയ അഭിഷിക്തനെ വളരെ ശക്തിയായി എടുത്തുപയോഗിച്ചല്ലോ. നമ്മെ ധൈര്യപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന, മാറ്റമില്ലാത്ത ദൈവവചനം ഇവിടെ മുഴുകിക്കൊണ്ടിരുന്നു. ആ വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? കർത്താവേ, നാം വചനം കേൾക്കുന്നവരായിട്ട് മാത്രമല്ല നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ അത് കൊണ്ടുവരാനുള്ളൊരു പ്രത്യേക ദൈവകൃപ നൽകണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? പ്രാരംഭത്തിൽ ദൈവാത്മാവ് നമ്മളെ ഓർപ്പിച്ചല്ലോ ഉസിയ രാജാവിനെ പറ്റി. ദൈവം ഏൽപ്പിക്കാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യില്ല എന്നൊരു തീരുമാനത്തിലേക്ക് കടന്നു വരാമോ? തന്നെ ഏൽപ്പിക്കാത്ത ശുശ്രൂഷയിലേക്ക് താൻ കൈനീട്ടി. പിന്നത്തേതിൽ തനിക്ക് ആലയത്തിന് പുറത്തു പോകേണ്ടി വന്നു എന്ന് നാം കേൾക്കാനിടയായല്ലോ. നമുക്ക് ദൈവത്തോട് പറയാമോ? കർത്താവേ, അങ്ങ് പറയാത്ത, അങ്ങ് കൽപ്പിക്കാതെ ഒരു കാര്യം ഞാൻ ചെയ്യില്ല എന്നൊരു ആഴമായ ഒരു തീരുമാനത്തിലേക്ക് കടന്നു വരാമോ? ഹിസ്കിയ രാജാവ് താൻ മടങ്ങി വന്നു. ആരാധനയും പ്രാർത്ഥനയും താൻ യഥാസ്ഥാനപ്പെടുത്തി. അപ്പോൾ വലിയൊരു ദൈവപ്രവൃത്തി ആ രാജ്യത്തുണ്ടായി എന്ന് തുടർന്ന് കേൾക്കാനിടയായല്ലോ. ഉപവാസ പ്രാർത്ഥന നമുക്കൊരു തീരുമാനത്തോടെ കടന്നു വരാമോ? മടങ്ങി വരേണ്ട ഏതെങ്കിലും മണ്ഡലങ്ങളുണ്ടെങ്കിൽ മടങ്ങി വരാമെന്നൊരു തീരുമാനം നമുക്ക് ദൈവസന്നിധിയിൽ എടുക്കാമോ? അപ്പോൾ നമ്മുടെ വിഷയങ്ങൾക്കെല്ലാം ഒരു ദൈവപ്രവൃത്തി കടന്നു വരുമെന്ന് നാം കേൾക്കുവാനിടയായല്ലോ. തുടർന്ന് വീണ്ടും ദൈവാത്മാവ് നമ്മെ ഓർപ്പിച്ചു, ദൈവിക ശുശ്രൂഷയെ തകർക്കുവാൻ ആർക്കും സാധിക്കില്ല. യെശയ്യാവിനെ കൊന്നപ്പോൾ മനശ്ശെ രാജാവ് വിചാരിച്ചു ശുശ്രൂഷ അവസാനിച്ചു. എന്നാൽ തുടർന്ന് ഒരു യെരമ്യാവിനെ എഴുന്നേൽപ്പിച്ചു. ഹെരോദാവ് യാക്കോബിന് നേരെ കൈ നീട്ടിയപ്പോൾ പത്രോസിനെ ദൈവം തുടർന്ന് കർത്താവ് എടുത്ത് ഉപയോഗിച്ചു. അതുപോലെ തന്നെ പൗലോസിന് ശേഷം ഒരു തിമത്തിയോസിനെ എടുത്ത് ഉപയോഗിച്ചു എന്ന് നാം കേൾക്കാനിടയായല്ലോ. ദൈവമക്കളെ, നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷയെ അതാർക്കും തടസ്സം ചെയ്യാൻ സാധിക്കില്ല എന്ന് കർത്താവ് നമ്മെ ബലപ്പെടുത്തിയല്ലോ. വചനത്തിന് മുൻപാകെ നമുക്ക് സമർപ്പിക്കാം. തുടർന്ന് നാം ഇസ്രായേൽ ജനത്തെ പറ്റി കേൾക്കുവാനിടയാലോ. വളരെ ശ്രേഷ്ഠമായ ജനം, ദൈവം തിരഞ്ഞെടുത്ത ജനം, ന്യായപ്രമാണമുള്ള ജനം, അവരുടെ ഇടയിൽ നിന്നാണ് യേശു കർത്താവ് ജനിച്ചത്. ദൈവത്തിന്റെ തേജസ് കണ്ട ജനം. ഇത്രയൊക്കെ ശ്രേഷ്ഠതകൾ ഉണ്ടായിട്ടും അവർ ദൈവ വഴി മറന്നുപോയെന്ന് നമ്മൾ കേൾക്കാനിടയില്ല. അവർ മ്ലേച്ഛതയിലേക്ക് അവരുടെ വഴികളെ തിരിച്ചു. അവരുടെ കരങ്ങളെ ദൈവഹിതമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി അവർ കരങ്ങളെ ഉയർത്തിയെന്ന് നാം കേൾക്കുവാനിടയായല്ലോ. ദൈവമക്കളെ, കർത്താവ് നമ്മെ അതുപോലെ തിരഞ്ഞെടുത്തതാണ്. പാപ വഴിയിലായിരുന്നു എന്നെ നിങ്ങളെ തിരഞ്ഞെടുത്ത് കർത്താവിന്റെ മക്കളാകുവാനുള്ള ഭാഗ്യം ലഭിച്ചു. നാം ഒരിക്കലും ആ പഴയ വഴികളിലേക്ക് മടങ്ങിപ്പോകില്ല എന്നൊരു തീരുമാനം നമുക്ക് എടുക്കാമോ? അതുപോലെ സാഹചര്യങ്ങൾ ഏതായാലും നമ്മോട് സംസാരിക്കുന്ന ഒരു ദൈവശബ്ദമുണ്ടെന്ന് കേൾക്കുവാനിടയായല്ലോ. നെബൂഖദ്നേസർ രാജാവ് രാജ്യത്തെ നിരോധിച്ചു. താൻ അടയ്ക്കപ്പെട്ട അവസ്ഥയിലാണ്. എന്നാൽ ആ സമയത്തും യെരമ്യാവ് ദൈവശബ്ദം കേട്ടുവെന്ന് നാം കേൾക്കുവാനിടയായല്ലോ. പത്മോസിന്റെ ഏകാന്തതയിലും യോഹന്നാൻ ദൈവശബ്ദം കേട്ടു. പൗലോസ് കപ്പൽ ഛേദം അനുഭവിച്ചപ്പോൾ താൻ ദൈവശബ്ദം കേട്ടു ഇടയായല്ലോ. യാക്കോബും തന്റെ ഏകാന്തതയിൽ താൻ ദൈവശബ്ദം കേട്ടു. അതുപോലെ നമ്മുടെ സാഹചര്യങ്ങൾ ഏതായാലും നമ്മോട് ഇടപെടുന്ന ഒരു കർത്താവുണ്ട്, ദൈവശബ്ദമുണ്ടെന്ന് കേൾക്കുവാനിടയായല്ലോ. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ലെന്ന് അവസാനം ദൈവം നമ്മളെ ബലപ്പെടുത്തുമല്ലോ. ദൈവം നമ്മുടെ ജീവിതത്തിൽ അരുളി ചെയ്ത ഓരോ കാര്യങ്ങളും നിവർത്തിപ്പാൻ ദൈവം ശക്തനാണെന്ന് കേൾക്കുവാനിടയായല്ലോ. ഈ വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ ഒരിക്കൽ കൂടെ സമർപ്പിക്കാം. ഇന്ന് പകൽ കടന്നു വന്ന് ദൈവവചനാധികാരികമായി ശുശ്രൂഷിച്ച ബഹുമാനപ്പെട്ട പാസ്റ്റർ ഷിജോ പോൾ കോട്ടയം പ്രിയ ദേവദാസിനോട് നന്ദി അറിയിക്കുന്നു. രാത്രി സെഷനും പ്രിയ ദേവദാസിനെ വളരെ ശക്തിയോടെ എടുത്തുപയോഗിക്കട്ടെ. നാം തുടർന്ന് എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ തുടർന്ന് ബഹുമാനപ്പെട്ട പാസ്റ്റർ ജി അലക്സാണ്ടർ പ്രിയ ദേവദാസൻ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ പകൽ സമയത്തുള്ള സെഷൻ അവസാനിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം.
ഞങ്ങളെ ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ മധ്യാഹ്ന സമയത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുടെ ഈ പകൽക്കാലവും അങ്ങയുടെ പാതയന്തേരിപ്പാൻ, അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, അവിടെ നിന്ന് ഞങ്ങളുടെ മധ്യത്തിൽ നടകൊണ്ടതിനായി നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയേറിയ ആമേൻ കൃപകളും അനുഗ്രഹങ്ങളും നിന്റെ ജനത്തിൻ്റെ മേൽ അവിടുന്ന് പകർന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് അങ്ങയുടെ ദാസനെ ശുശ്രൂഷയ്ക്കായി അധികാരപ്പെടുത്തുന്നതിനായി സ്തോത്രം. കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം. പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ അങ്ങ് നിയോഗിച്ചവർ പുറത്തു വരുമെന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അങ്ങയുടെ പ്രവൃത്തി ദിവസങ്ങളിൽ ഞങ്ങളുടെ ദൈവദാസന്മാരിൽ, ഞങ്ങളുടെ സഭയിൽ ഒന്ന് വെളിപ്പെട്ട കർത്താവേ, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ചിലർ ആത്മാവിനാൽ പുറത്തു വരുവാൻ കർത്താവ് കൽപ്പിക്കുന്നത് അനുസരിപ്പാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ടവരായി ഞങ്ങളെ തന്നെ സഭയായി, കുടുംബങ്ങളായി അധികാരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, അതിനായി ഞങ്ങളെ ശക്തീകരിക്കണമേ. അങ്ങേ ആമേൻ അരുളി ചെയ്താൽ അത് നിവർത്തിക്കുന്ന ദൈവമാണ്, അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവമാണ്. അത് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. അങ്ങയാൽ ആമേൻ സാധിക്കാത്ത ഒരു കാര്യവുമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് കേൾപ്പിച്ച നല്ല ആലോചനകളുടെ മുൻപിൽ ഞങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ദിവസങ്ങൾ കാണുവാൻ സഹായിക്കണം. സഭയായി ഞങ്ങളെ അനുഗ്രഹിക്കും. അങ്ങയുടെ ദാസനെ ഇന്ന് രാത്രിയും ശക്തിയോട് ഉപയോഗിച്ച് പിന്നെയും അനേകർക്ക് പ്രയോജനമുള്ളവനായി നിർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായി ഉപവസിക്കുന്നവർക്കായി സ്തോത്രം, ഭാഗികമായി ഉപവസിക്കുന്നവർക്കായി സ്തോത്രം. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കരമച്ച് അനുഗ്രഹിച്ച് ദൈവസഭയെ നയിക്കുന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം. അവരെല്ലാം അനുഗ്രഹിച്ചാട്ട് ഇപ്പോൾ ഞങ്ങൾ ആമേൻ പിരിയാത്തവനായി കൊണ്ടിരിക്കണം. കൃപയും ഞങ്ങളെ മറയ്ക്കും. സകല മാനവും മഹത്വവും അങ്ങയ്ക്ക്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിച്ച ദേവദാസനോട് നന്ദി അറിയിക്കുന്നു. സമാധാനത്തോടെ മടങ്ങിപ്പോകാം. കൃത്യം 6:30 രാത്രി സെഷൻ ആരംഭിക്കുന്നതാണ്. പാസ്റ്റർ ഷിജോ പോൾ കോട്ടയം പ്രിയ ദേവദാസൻ രാത്രി സെഷനും ശുശ്രൂഷിക്കുന്നതായിരിക്കും.